ടീനിൻ്റെ ഒരു ഇംപേഷ്യൻസിനേക്കാളും കൂടുതലാണ് പേരൻസ് ഇംപേഷ്യൻസ്. സോ യൂത്തിന് സെൻസ് ഓഫ് പർപ്പസ് എന്ന് വരുന്നു when the youth is able to see the larger reality outside him. You might get the results, but it's going to be dangerous. There will be always another set of results which you are not expecting. So what does a parent play a role in a kid's life? What is your role as a parent is to bring about clarity within the child. Show the way. Again, no. Again, I would rather say, don't even show the way. I would say, bring about clarity so that they can see their way. അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് നിങ്ങളുടെ സെൻസ് ഓഫ് അവയർനെസ്. True. Hi sir, I'm Varun Nair. I'm 23 years old. I'm basically following my MBA. I'm pursuing MBA. So ഞാൻ ഒരുവിധം ജിമ്മിലൊക്കെ പോകാറുണ്ട്. പിന്നെ ഫിറ്റ്നസ് ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഡയറ്റൊക്കെ നോക്കിയിട്ടൊക്കെ പോകാറുണ്ട്. ഡയറ്റ് പ്ലാൻസ് ഒക്കെ ഉണ്ട്. എല്ലാ മാസവും ഞാൻ ഡയറ്റ് പ്ലാനൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഗെറ്റ് എ ടേക്ക് ഓഫ് യോഴ്സ് ഓൺ ഫിറ്റ്നസ് ഇൻ ജനറൽ. പിന്നെ ഇപ്പോഴത്തെ ഫിറ്റ്നസ്. അതെ. സോ നമ്മളിപ്പോൾ കാണുക വെച്ചെങ്കിൽ ഇപ്പോൾ ഫിറ്റ്നസിനെ കുറിച്ചൊരു കാഴ്ചപ്പാട് എന്താണ് ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ഓർ ഇപ്പോൾ നിലവിലെ സൊസൈറ്റിയിൽ ഉള്ളൊരു കാഴ്ചപ്പാട് എന്താണ് ഫിറ്റ്നസിനെ കുറിച്ച്? സോ ഇതിൽ 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഫിസിക്കൽ അപ്പിയറൻസ് ആണോ നിങ്ങളുടെ ഉദ്ദേശം, അതെയോ യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ ഹെൽത്ത് ആണോ നിങ്ങളുടെ ഉദ്ദേശം? സോ അങ്ങനെ ഒരു ക്ലിയർ ഡിഫറൻസിയേഷൻ നമുക്ക് മൈൻഡിൽ ക്ലിയർ ആയിട്ട് വേണം. അതായത് എന്താ നമ്മുടെ പർപ്പസ് ഫിറ്റ്നസിനെ കുറിച്ച്. സോ ഇപ്പോൾ ഫിസിക്കൽ അപ്പിയറൻസ് നന്നായിരിക്കുന്നത് മോശമായ കാര്യം എന്നല്ല, അത് തെറ്റായ കാര്യമല്ല. എന്തും നന്നായിരിക്കുന്നതാണല്ലോ നല്ലത്. കാഴ്ചയ്ക്കായാലും അത് ആക്ച്വൽ ആയാലും. സോ അതെന്തൊരു വസ്തുവിൻ്റെ കേസിലായാലും പോലും, ഇപ്പോൾ ജ്വല്ലറിയുടെ കേസിലായാലും നന്നായി കാണുന്ന ഒരു ജ്വല്ലറി ആണോ നല്ലത്, അതെയോ ജസ്റ്റ് ഒരു ഗോൾഡ് ബാറാണ് നല്ലത്? സോ ദാറ്റ് വേ ഫിസിക്കൽ അപ്പിയറൻസ് ഇസ് ഡെഫിനറ്റ്ലി വൈ നോട്ട് ഹാവ് എ ഗുഡ് ഫിസിക്കൽ അപ്പിയറൻസ്. പക്ഷേ നിങ്ങളുടെ എയിം എന്താണ്? സോ എയിം നിങ്ങളുടേത് ഒരു കരിയർ അതിലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ, ഒരു ഫിസിക്കൽ അപ്പിയറൻസ് നന്നാക്കി എടുത്തിട്ട് ഒന്നല്ല ഒരു മോഡലിംഗ് കരിയർ ആണോ, അതെയോ നിങ്ങൾക്ക് ഒരു ആക്ടിങ് കരിയർ ആണോ താല്പര്യം, ബോഡി ബിൽഡർ ആവാനാണോ, അതെയോ ഒരു ഫിറ്റ്നസ് ട്രെയിനർ ആവാനാണോ? ഫോർ ഓൾ ദീസ് തിങ്സ് ഡെഫിനറ്റ്ലി ഒരു ഹൈ ഫോക്കസ് ഫിസിക്കൽ അപ്പിയറൻസ് മസ്കുലർ ബിൽഡിങ്ങിന് കൊടുക്കേണ്ടി വരും. കാരണം അത് നിങ്ങളുടെ അങ്ങനെ ഒരു റിക്വയർമെൻ്റ് ആണ്, ഫ്യൂച്ചറിസ്റ്റിക് റിക്വയർമെൻ്റ് ആണ് ഫോർ എ പ്രൊഫഷൻ. ഹവെവർ അതല്ലാതെ നിങ്ങളുടെ ഉദ്ദേശിച്ചെങ്കിൽ ഇന്നാ പിന്നെ നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? അതാണ് ചോദ്യം. ബിക്കോസ് ഉദ്ദേശശുദ്ധി എന്ന് പറയുന്നില്ല, ഉദ്ദേശത്തിനെ കുറിച്ച് നല്ലൊരു തിരിച്ചറിവ് അതെപ്പോഴും നന്നായിരിക്കും. ലെറ്റ് ഇറ്റ് ബി ഡ്രിവൻ ബൈ എ ടാർഗറ്റ്. വൈ? കാരണം ഇതിന് വേണ്ടിയിട്ട് നിങ്ങൾ അത്യാവശ്യം സമയവും പൈസയും ചിലപ്പോൾ ചിലവാക്കുന്നുണ്ടാവും. പിന്നെ നിങ്ങളുടെ എക്സ്പെക്റ്റേഷൻസ് എന്താണ്, അതും ഇമ്പോർട്ടൻ്റ് ആണല്ലോ. ഇപ്പോൾ ഇത് നമ്മൾ ഇത്ര ടൈമും മണിയും സ്പെൻഡ് ചെയ്തിട്ട് നമ്മൾ കാര്യം നമ്മൾ അച്ചീവ് ചെയ്തു. നൗ വാട്ട് ഇസ് ദ ഫോളോ ഔട്ട് ഓഫ് ദാറ്റ്? So that realization is also important. True, because sorry to interrupt you. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ നോക്കുമ്പോൾ ആൾക്കാർ, പിള്ളേർ സ്പെഷ്യലി എൻ്റെ ഏജ് 23 ഓൾഡ് 24 ഓൾഡ് 18 years ഓൾഡ് തൊട്ട് തുടങ്ങുന്ന ഒരു പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ US ട്രെൻഡ്സും US ബേസ്ഡ് ബോഡി ബിൽഡേഴ്സും ഫിറ്റ്നസ് ഇൻഫ്ലുവൻസേഴ്സൊക്കെ നോക്കിയിട്ടാണ് ഇപ്പോഴത്തെ ഒരു ആൾക്കാർ വർക്കൗട്ട് ചെയ്യണതും മോട്ടിവേഷൻ മേടിക്കണതും. അപ്പോൾ അവരുടെ ഒരു ലൈഫ് സ്റ്റൈൽ ടോട്ടലി ഡിഫറെൻ്റ് ആണ്. അത് നമ്മൾ ഇന്ത്യയിൽ ഫോളോ ചെയ്യാൻ നോക്കുമ്പോൾ പറ്റൂല. ബട്ട് ദെൻ ദ പ്രോബ്ലം അറൈസസ് കി ദേ സ്റ്റിൽ വോണ്ട് ടു ഫോളോ ദം. അപ്പോൾ ആ ഒരു പോയിന്റിൽ എത്തുമ്പോൾ ദേ ടേക്ക് drastic measures to look like them at least. So that's when steroids play a role in a person's. അതായത് സാധാരണ ഓപ്ഷൻസിലൂടെ നിങ്ങൾക്ക് അത് നേടിയെടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ യു ആർ വില്ലിംഗ് ടു ഗോ ഫോർ ഡ്രാസ്റ്റിക് മെഷേഴ്സ് ലൈക്ക് സ്റ്റെറോയിഡ്സ്. സോ അവിടെയും അതൊരു കൺസേണിങ് പോയിന്റ് ആണ്. ഇപ്പോൾ വരുൺ മെൻഷൻ ചെയ്ത പോയിന്റ്, ദ കൺസേണിങ് പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ സ്റ്റെറോയിഡ്സ് എടുക്കുന്നതാണോ കൺസേണിങ് പോയിന്റ്? എന്നെ സംബന്ധിച്ച് അതിനേക്കാളും കൂടുതൽ കൺസേണിങ് പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങൾ ബ്ലൈൻഡ്ലി യു ആർ ട്രൈങ് ടു ഫോളോ സംബഡി. സോ കാരണം അപ്പോൾ അത്
ഈ ഒരു ബോഡി ബിൽഡിങ്ങിൻ്റെ കേസിൽ മാത്രമല്ല, നിങ്ങൾ ആരെയും എന്തും നിങ്ങൾ ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ യു ആർ ഗോയിങ് ടു ബി ഇൻ ബിഗ് ട്രബിൾ. അപ്പോൾ അതാണ് ഈവൻ മോർ കൺസേണിങ്. ദെൻ വൈ ഇസ് ഇറ്റ് ഹാപ്പനിങ് ദെൻ? എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു? അത് അൺഫോർച്ചുനേറ്റ്ലി എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ, ജിയോ പൊളിറ്റിക്സിൽ ആരാണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത് വെച്ചെങ്കിൽ ആളെല്ലാവരും കോപ്പി ചെയ്യാൻ നോക്കുന്നു. അത് അറിവോടെയാണോ അറിവ് ഇല്ലായ്മയോടെയാണോ അതങ്ങനെയായിട്ടാണ് തീരുന്നത്. സോ ബിക്കോസ് US ഹാസ് എ സൂപ്പർ പവർ പൊസിഷൻ ടുഡേ, പിന്നെ അവിടെ മീഡിയ കമ്പനീസ് ആർ വെരി ആക്റ്റീവ് ആൻഡ് വെരി സ്ട്രോങ്. അപ്പോൾ മാർക്കറ്റ് മാനേജ് ചെയ്യാൻ നന്നായിട്ട് അറിയുകയും ചെയ്യാം. ആൻഡ് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഈ എല്ലാ സപ്ലിമെൻറ്റ്സും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അത്യാവശ്യം ഇതൊക്കെ തുടങ്ങി നിൽക്കുന്നത് വെസ്റ്റിൽ നിന്നാണ്. ആൻഡ് ദേ ആർ ജസ്റ്റ് ഡൂയിങ് എ സിൻസിയർ ജോബ് ടു മാർക്കറ്റ് ദെയർ പ്രൊഡക്ട്സ്. ഓക്കെ, അതിൽ നമുക്ക് അവരെ തെറ്റെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ നിങ്ങൾക്കത് വേണോ ഇല്ലയെന്ന് അത് നിങ്ങളുടെ ചോദ്യവും നിങ്ങളുടെ കാഴ്ചപ്പാടും കൂടിയാണ്. അവർ ദേ ആർ ഡൂയിങ് എ സിൻസിയർ ബിസിനസ് ജോബ്, റൈറ്റ്? ഇല്ലീഗൽ ബിസിനസ് എന്നല്ലല്ലോ സപ്ലിമെൻറ്റ്സ്. സോ യാ, അതേപോലെ സ്റ്റെറോയിഡ്സ് എന്ന് പറയുന്നത്, സ്റ്റെറോയിഡ്സിന് കുറേ മെഡിക്കൽ യൂട്ടിലിറ്റി ഉണ്ട്. ഇപ്പോൾ ചില മെഡിക്കൽ കണ്ടീഷൻസിൽ നോർമൽ മെഡിക്കൽ ഡ്രഗ്സ് നോർമൽ കൊടുത്തിട്ട് അത് പേഷ്യൻറ്റിന് നമുക്ക് റിവൈവ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ സ്റ്റെറോയിഡ്സ് കൊടുക്കുന്നുണ്ട്. ആസ് ഡോക്ടേഴ്സ് ദേ വിൽ ഡു ഇറ്റ്. So that's a medical aspect of it, which is being done in an emergency situation most often than not. I guess paralyzed patients, അതൊക്കെ എക്സ്ട്രീം കേസസിലാണ്. അത്രയും വേണ്ട, അതിനേക്കാളും നോർമൽ ആയിട്ടുള്ള കേസസിലും നിങ്ങൾക്ക് അത് പല ഓപ്ഷൻസ് മെഡിസിൻ്റെ ഡോസേജ് കൊടുത്തിട്ട് അതിൻ്റെ റിസൾട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് ദേ വിൽ ഓട്ടോമാറ്റിക്കലി ദ ഡോക്ടർ വിൽ ഗോ ഫോർ സ്റ്റെറോയിഡ്സ്. പക്ഷേ things which are being done in an emergency situation, that if you do it for a normal situation, the results are going to be different. You might get the results, but it's going to be dangerous. There will be always another set of results which you are not expecting. So അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യാൻ നിങ്ങളുടെ ബോഡി റെഡിയാണോ അല്ലേന്ന് ആ ഒരു ചോദ്യമുണ്ട്. സോ ആർ യു പ്രിപ്പയർഡ് ഫോർ ദാറ്റ് ഓൾസോ? ദാറ്റ് ഇസ് ദ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ഡെഫിനറ്റ്ലി ഗോയിങ് ടു ഹാവ് എ ഡ്രാസ്റ്റിക് ഇഫക്റ്റ് ഓൺ യുവർ ഓവറോൾ ഹെൽത്ത്. അപ്പോൾ അതാണ് ദ നെഗറ്റീവ് സൈഡ് ഓഫ് ഇറ്റ്. സോ വൈൽ യു അച്ചീവ് വൺ പർപ്പസ് ഓഫ് ഫിസിക്കൽ അപ്പിയറൻസ്, പക്ഷേ അതിൻ്റെ ഉള്ളിൽ മറുവശത്ത് സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ട്. അത് നിങ്ങൾക്ക് അതിനെ പറ്റിയിട്ട് ബോധോദ്യമുണ്ടോ, പ്ലസ് നിങ്ങൾ അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ റെഡിയും കൂടിയാണോ? ദാറ്റ് ഈസ് ദ ഹോൾ ക്വസ്റ്റ്യൻ. ഇറ്റ് ഈസ് ജസ്റ്റ് ലൈക്ക് ഇഫ് എ തീഫ് ഇസ് ഗോയിങ് ടു സ്റ്റീൽ സംതിങ്, ദ പോസിറ്റീവ് സൈഡ് ഓഫ് ഇറ്റ് ഇസ് ദാറ്റ് he will make money, right? പക്ഷെ നെഗറ്റീവ് സൈഡ് എന്താണെന്ന് വെച്ചെങ്കിൽ അതിൻ്റെ മറുവശം നാളെ ജയിലിൽ പോകാൻ സാധ്യതയുണ്ട്. സോ അത്രയൊരു ബോധോദ്യം ഉണ്ടായാൽ മതി. സോ വിച്ച് ഇസ് മോർ അട്രാക്റ്റീവ്, the thing which are stealing or jail term? അത് രണ്ടിനും തമ്മിലൊരു വെയിറ്റ് ചെയ്ത് നോക്കുക. സോ അതാണ് പ്രയോറിറ്റീസ് മാറ്റർ. സോ അഗെയിൻ കമ്മിങ് ടു പ്രയോറിറ്റീസ്, ആർ യു ഇൻ എ സിറ്റുവേഷൻ ടു പ്രയോറിറ്റൈസ്? ദാറ്റ് ഇസ് വൺ ക്വസ്റ്റ്യൻ. നിങ്ങളുടെ പ്രയോറിറ്റീസ് സെറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് ആ ഒരു ശേഷി ആയിട്ടുണ്ടോ എന്ന് നിങ്ങൾ സ്വയം ചോദിക്കേണ്ടതാണ്. ഇത് ഒരാൾ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരാനൊന്നും പോകുന്നില്ല, നിങ്ങൾക്ക് യു ആർ നൗ കേപ്പബിൾ ഓഫ് സെറ്റിംഗ് പ്രയോറിറ്റീസ്, അങ്ങനത്തെ ഒന്നുമില്ല. ഇറ്റ് ഇസ് ഓൾ സെൽഫ് ഡിസൈഡഡ്. കാരണം നിങ്ങൾക്ക് ഇതെങ്ങനെ സെൽഫ് റിയലൈസ് ചെയ്യേണ്ടത് വെച്ചെങ്കിൽ സിമ്പിൾ പോയിന്റ്, നിങ്ങൾ ഇന്നൊരു കാര്യം തീരുമാനിച്ചു ഇത് നിൻ്റെ പ്രയോറിറ്റി ആണെന്ന്. ജസ്റ്റ് സെൽഫ് നിങ്ങൾ ഒബ്സർവ് ചെയ്യുക. ഒരു മാസം കഴിഞ്ഞിട്ട് നിങ്ങളുടെ സെയിം പ്രയോറിറ്റി നിലനിൽക്കുന്നുണ്ടോ ഇല്ലേ, അത് നിങ്ങളുടെ പ്രയോറിറ്റി മാറിയോ? സോ ഓരോ മാസം നിങ്ങൾക്ക് പ്രയോറിറ്റി മാറിക്കൊണ്ടിരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ then you yourself should realize something wrong somewhere. I am not able to prioritize properly. True. I guess ഒരു വിധത്തിൽ നോക്കുമ്പോൾ priorities actually have equal and opposite things related to environment. If the environment changes, a person's priorities change. അതെ. Environment എന്ന് ഉദ്ദേശിക്കുന്നത് the surrounding situation around you, right? I think that's what you mean. Yeah, true. അതെ, തീർച്ചയായിട്ടും. സോ അത് കറക്റ്റാണ് ആക്ച്വലി. ദാറ്റ്സ് എ വാലിഡ് പോയിന്റ്. ബിക്കോസ് സിറ്റുവേഷൻ മാറുമ്പോൾ നമ്മളും അതിനോട് അനുയോജിച്ച് ചേഞ്ച് ആവേണ്ടതാണ്. അതും കാരണം അതിനോട് നമ്മൾ അലൈൻ ആവണം. അതൊരു കറക്റ്റ് സത്യമാണ്. പക്ഷേ ദർ ആർ സം തിങ്സ് വിച്ച് ആർ വെരി ഫണ്ടമെൻ്റൽ ഇൻ നേച്ചർ. അതിപ്പോൾ ഏത് സിറ്റുവേഷൻ വന്നാലും യു മേ സ്റ്റിൽ ഹാവ് ടു ഡു സർട്ടൻ തിങ്സ്. ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഹെൽത്തിനെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകുന്നത് സിറ്റുവേഷൻ പുറമെ എന്തായാലും നിങ്ങൾ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്യണം ഹൗ യു ക്യാൻ ഡു ഇറ്റ്. ഓൺലി ദ ലെവൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് മൈറ്റ് ചേഞ്ച്. ഫോർ എക്സാമ്പിൾ, ഞാൻ പണ്ട് ഒരു കോളേജ് സ്റ്റുഡൻ്റ് ആയിരിക്കുന്ന സമയത്ത് അന്നും ജിമ്മും കാര്യങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ ഇന്നത്തെ അത്ര കുറേ അധികം ട്രെൻഡി ആയിട്ടില്ല എന്ന് മാത്രം. പിന്നെ അന്ന് ഞാൻ ആലോചിക്കുന്നത് ജിമ്മിന് വേണ്ടിയിട്ട് പൈസ വെറുതെ കൊടുക്കണോ? കാരണം അന്നിപ്പോൾ ഒരു എഞ്ചിനീയറിംഗ് സ്റ്റുഡൻ്റ് ആയ സമയത്ത് വെറുതെ എക്സ്ട്രാ പൈസ എന്തിനു ചിലവ് ചെയ്യണം? ഓൾറെഡി ഐ എം സ്പെൻഡിങ് സോ മച്ച് ഫോർ മൈ എഡ്യൂക്കേഷൻ ആൻഡ് തിങ്സ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ വീട്ടിൽ സൂര്യ നമസ്കാരം ചെയ്യുന്നത്. സൂര്യ നമസ്കാരം പഠിക്കാൻ പോയി അതും പഠിക്കാനും പോലും പോകേണ്ട ആവശ്യമില്ല, കാരണം സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു.
So now if I have to achieve physical fit body building via Surya Namaskar, അപ്പോൾ എന്താണ്, നേരത്തെ 1 സൈക്കിൾ ചെയ്യണം, 2 സൈക്കിൾ ചെയ്യണം, ഇപ്പോൾ വേണമെങ്കിൽ 10 സൈക്കിൾ ചെയ്യണം, 12 സൈക്കിൾസ് ചെയ്യണം, പിന്നെ മോർണിംഗിൽ ഓടാൻ പോകുന്നു. സോ ആ വഴികൾ ഞാൻ ഐ എം ഇംബൈബിങ് ദോസ് കൈൻഡ് ഓഫ് ഓപ്ഷൻസ്. പണ്ട് ആക്ച്വലി ഫിറ്റ്നസ് വാസ് ടോട്ടലി ഡിഫറെൻറ്റ്. ഇറ്റ് വാസ് ഫോർ എ പേഴ്സണൽ വ്യൂവും പേഴ്സണൽ ഒരു ഹെൽത്ത് ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതെ. ഇപ്പോൾ നോക്കുമ്പോൾ വേറെ ആൾക്കാർക്ക് ഒരു ഇംപ്രസ് ചെയ്യാനൊരു വേ, ഇറ്റ്സ് ഗോയിങ് ടു എ വേ വെയർ പീപ്പിൾ ആർ ട്രൈങ് ടു ഗെറ്റ് ഇൻ ടു ഫിറ്റ്നസ് ജസ്റ്റ് ടു ഇംപ്രസ് സമൺ. അതെ അതെ അതെ. സോ അവിടെയാണ് ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. ഇപ്പോൾ വേറൊരാളെ നമ്മൾ ഇംപ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഞാനങ്ങനെ ഒരു മോറലി അതൊരു വലിയ പ്രശ്നമാണ് ഞാൻ അത്രയും ഞാൻ പറയുന്നില്ല, അങ്ങനെയും പറയുന്നില്ല. ബിക്കോസ് എന്താണെന്ന് വെച്ചെങ്കിൽ ഒരു പെർട്ടിക്കുലർ ഏജിൽ നമ്മുടെ ഉള്ളിൽ ഹോർമോൺസ് ആക്റ്റീവ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾക്ക് ഒരു നാച്ചുറൽ ടെൻഡൻസിയും കൂടിയാണ് ടു ഇംപ്രസ് സംബഡി. ഓക്കെ, ആൻഡ് ഇപ്പോൾ ഒരു ഐദർ ഇറ്റ് കുഡ് ബി ദി ഓപ്പോസിറ്റ് സെക്സ് ഓർ ഇറ്റ് കുഡ് ബി യുവർ ഓൺ ഫ്രണ്ട് സർക്കിൾ. നമുക്ക് നമ്മുടെ ഒരു ഫ്രണ്ട് സർക്കിളിൻ്റെ ഇടയിൽ നമുക്ക് ഒന്ന് ഷൈൻ ചെയ്ത് നിൽക്കാൻ നമുക്ക് തോന്നും. ബിക്കോസ് ഇതൊക്കെ ഒരു ആ ഒരു ഏജ് ബ്രാക്കറ്റിൻ്റെ ഒരു പെർട്ടിക്കുലർ ഫീച്ചേഴ്സാണ് ആക്ച്വലി. സോ പക്ഷെ എന്താണെന്ന് വെച്ചെങ്കിൽ അതൊക്കെ അങ്ങനെയാണെച്ചെങ്കിൽ പോലും നിങ്ങൾക്കൊരു റിയലൈസേഷൻ വേണം. ഇത് നിങ്ങളുടെ തീരുമാനമാണോ അതോ നിങ്ങളുടെ ഉള്ളിൽ കിടന്ന് കളിക്കുന്ന കെമിസ്ട്രി നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതാണോ? കാരണം ആ കെമിസ്ട്രി വെറും താൽക്കാലികമാണ്. അതൊരു പെർട്ടിക്കുലർ ഏജ് ബ്രാക്കറ്റിൽ മാത്രമേ ഉണ്ടാവുള്ളൂ. എക്സാക്ട്ലി. അത് കഴിഞ്ഞാൽ പിന്നെ അപ്പുറത്തേക്ക് അത് സഡൻലി അത് മിസ്സിംഗ് ആയി പോകും. സോ പക്ഷെ നിങ്ങളെപ്പോഴും ഉണ്ടല്ലോ അവിടെ. ദ കോൺസ്റ്റന്റ് തിങ് ഇസ് യു ആർ ദെയർ ഫ്രം ദ ഡേ ഓഫ് യുവർ ബർത്ത് ടിൽ ദ ഡേ ഓഫ് യുവർ ഡെത്ത്. പക്ഷേ സറൗണ്ടിങ്സ് നേരത്തെ പറഞ്ഞ സറൗണ്ടിങ് സിറ്റുവേഷൻ മാത്രമല്ല, നിങ്ങളുടെ ബോഡിയുടെ ഉള്ള സിറ്റുവേഷൻ പോലും കണ്ടിന്യൂസ് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്നുണ്ട് ആസ് പെർ ദി ഏജ്. ഈ ഹോർമോണൽ ആക്ടിവിറ്റി കുറയും കൂടും ചെയ്യും. അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റീസ് ആക്ച്വലി അധികം മാറാതെ നോക്കണം. നിങ്ങളുടെ തീരുമാനങ്ങൾ മാറാം. താൽക്കാലികമായ തീരുമാനങ്ങൾ സർട്ടൺ സിറ്റുവേഷൻസിലുള്ള ഡിസിഷൻ മേക്കിംഗ് ക്യാൻ ചേഞ്ച് ബേസ്ഡ് അപ്പോൺ യുവർ സ്റ്റഫ്. പക്ഷേ ഒരു പ്രയോറിറ്റി എന്ന് പറയുമ്പോൾ എന്താണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ അത് കുറച്ചൊരു ദീർഘകാലത്തേക്ക് വേണം. അപ്പോൾ അതിന് പ്രയോറിറ്റി എന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, ഇറ്റ് ഈസ് ലൈക്ക് ഹെൽത്ത് ആസ് ഐ മെൻഷൻ, ഇറ്റ് ഈസ് എ പ്രയോറിറ്റി. കാരണം നിങ്ങൾ മരിക്കണവരെ നിങ്ങൾക്ക് ഈ ബോഡി ഹെൽത്തി ആയിരിക്കണം നിങ്ങളുടെ ഒരു ആവശ്യമാണ് ആക്ച്വലി. സോ ആ ഒരു കോസിനോട് അലൈൻഡ് ആണോ ഫിസിക്കൽ അപ്പിയറൻസ് ബിൽഡ് ചെയ്യുന്നത്, അതിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ ഇല്ലേ? ഫിസിക്കൽ ബോഡി ബിൽഡിംഗ് നമ്മൾ ചെയ്യുമ്പോൾ അതിലൊരു ഇഷ്യൂ വരുന്നത് എന്താണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റി ചിലപ്പോൾ കോംപ്രമൈസ് ആയി പോകും, നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി. സോ ദാറ്റ് ഇസ് വൺ ഇഷ്യൂ വിച്ച് ഐ എം സീയിങ്. കാരണം ഇപ്പോൾ കുറേ ബോളിവുഡ് സ്റ്റാർസും ഒക്കെ ഉണ്ട്. ഈവൻ സൽമാൻ ഖാൻ്റെ ഒരു നടത്തം ഫേമസ് ആണ്. നടത്തം അത് ഫേമസ് ആവുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചെങ്കിൽ ഐ മീൻ ആ ഒരു നടത്തത്തിന് സൽമാൻ ഖാൻ്റെ നടത്തം എന്ന് പറയും. ആക്ച്വലി ആരെങ്കിലും നടക്കാന്ന് വെച്ചെങ്കിൽ സൽമാൻ ഖാൻ്റെ പോലെ നടക്കുമെന്ന് പറയും. അൺഫോർച്ചുനേറ്റ്ലി ദ ഗായ് ഇസ് മിസ്സിംഗ് ഇസ് ഫ്ലെക്സിബിലിറ്റി. അപ്പോൾ കാരണം ഫ്ലെക്സിബിലിറ്റി ഇസ് നോട്ട് എ സ്മോൾ തിങ്, ഇറ്റ് ഇസ് എ വെരി ഇമ്പോർട്ടൻറ്റ് തിങ് ആൻഡ് വെരി ക്രൂഷ്യൽ. ഇതിൽ ഞാനത് വളരെ സിമ്പിളായിട്ട് ഇങ്ങനെ ഫ്ലെക്സിബിലിറ്റി യൂസ് ചെയ്യുന്ന വേർഡ്, പീപ്പിൾ ജനറലി ആൾക്കാർ ഫ്ലെക്സിബിലിറ്റി ഒരു സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. പക്ഷെ അതിൽ ആക്ച്വലി ഒരു ബോഡിയുടെ ഒരു സയൻസ് വെച്ച് നോക്കുമ്പോൾ അതിൽ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട്. ഇത് കൂടുതലും യോഗിക് സയൻസസ് ആണ് ഇതിനെ നേരത്തെ കൂട്ടി മനസ്സിലാക്കിയേക്കുന്നത്. ആക്ച്വലി ഈവൻ നൗ ബോളിവുഡിൽ ഫ്ലെക്സിബിലിറ്റിയും ആക്ച്വൽ പ്രോപ്പർ ഫിറ്റ്നസ് ഫോളോ ചെയ്ത് പോണ ഒരു ആള് എന്ന് വെച്ചാൽ വിദ്യു ജമാലാണ് ആക്ച്വലി ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുമ്പോൾ. കളറി പൈ ടു ഈസ് ആക്ച്വലി പ്രൊമോട്ടിങ് കളറി പൈ ടു വെരി വെൽ. അതെ അതെ തീർച്ചയായിട്ടും. പിന്നെ കളറിയിൽ ഇപ്പോൾ നമ്മുടെ പണ്ടത്തെ രാജാക്കന്മാരെ പടയാളികൾ ആയിരുന്നല്ലോ ഈ കളരി ഒക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാർ സ്ഥിരമായിട്ട്. സോ അവർ ഡു യു തിങ്ക് ദാറ്റ് ദേ ആർ ഓൺലി ഫ്ലെക്സിബിൾ, അവർക്കും മസിൽ സ്ട്രെങ്ത് ഇല്ലെന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. ദേ വർ ബിഗ് ടൈം ഫൈറ്റേഴ്സ്, റൈറ്റ്? പിന്നെ കളറി ഈസ് നോൺ ടു ബി ദ മദർ ഓഫ് മാർഷൽ ആർട്സ്. കളറിയാണ് ഒറിജിനൽ. അവിടെ നിന്നാണ് പിന്നെ വേറെ എല്ലാം ഡെവലപ്പ് ആയി വന്നത്. ബോധിധർമ്മൻ തമിഴ്നാട്ടിൽ നിന്ന് പിന്നെ ചൈനയിലേക്ക് പോകുന്നു. അവിടെ പിന്നെ സെൻ ഷാവലിൻ ടെമ്പിളൊക്കെ അവിടെ പിന്നീട് എസ്റ്റാബ്ലിഷ് ആവുന്നു. സോ ഫണ്ടമെന്റൽ ടീച്ചിങ് ഒക്കെ സൗത്ത് ഇന്ത്യയിൽ നിന്ന് വന്ന ഈ ഒരു കളറിയുടെ ബേസാണ് എല്ലാം. സോ വെറും അതൊരു മസിൽ ബിൽഡിംഗ് മാത്രമല്ല, അത് ഹ്യൂജ് ഫ്ലെക്സിബിലിറ്റിയും കൂടി ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ബോഡിയിൽ. സോ ഫ്ലെക്സിബിലിറ്റിനെ കോംപ്രമൈസ് ചെയ്യാതെ വേണം നിങ്ങൾക്ക് ബോഡി സ്ട്രോങ് ആക്കി എടുക്കാനായിട്ട്. ദെൻ ഇറ്റ് മേക്ക് സെൻസ്. പക്ഷേ നിങ്ങളുടെ ഫ്ലെക്സിബിലിറ്റിനെ വലിയ രീതിയിൽ കോംപ്രമൈസ് ചെയ്തിട്ട് വെറും മസിൽ ബിൽഡ് ചെയ്തിട്ട് ഫിസിക്കൽ അപ്പിയറൻസ് മാത്രം ഉണ്ടാക്കി എടുക്കുകയാണെന്ന് വെച്ചെങ്കിൽ ദെൻ യു ആർ സ്ക്രൂഡ്. സോ നൗ ദിസ് ഇസ് വെയർ ദി ഓപ്ഷൻ ഇസ്. ഇപ്പോൾ ഞാനൊന്ന് ജസ്റ്റ് എനിക്ക് അങ്ങനെ കുറേ അധികം ഇതിനെ പറ്റിയിട്ട് ഞാൻ റിസർച്ച് ചെയ്തിട്ടില്ല ആക്ച്വലി. പക്ഷേ എന്നാലും ഇതിൻ്റെ ജസ്റ്റ് ഒരു ഒബ്സർവേഷനിൽ ഞാൻ കാണുന്നത് ജിം അത്യാവശ്യം സൗത്ത് ഇന്ത്യയിലെ കേരളത്തിലൊക്കെ ജിം ഗോവേഴ്സ് അത്യാവശ്യം ഉണ്ട്. പക്ഷേ കളറി ഇസ് ഇറ്റ് സ്ലൈറ്റ്ലി ഡൈങ് ഔട്ട് എന്ന് എനിക്ക് ചെറിയൊരു കൺസേൺ ഉണ്ട്. Especially colour originated from the south and it's fading out. Exactly. From the origin. Vidyut Jamwal has to be a North Indian.
ആള് നോർത്ത് ഇന്ത്യയിൽ ആൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇതിൻ്റെ സൗത്തില് മദർലാൻഡിൽ, അതായത് സൗത്ത് ഇന്ത്യയിൽ അത് ഡൈ ഔട്ട് ആണെങ്കിലും പിന്നെ വാട്ട് ഇസ് ദ പോയിന്റ്? സോ ദാറ്റ് ഇസ് എ കൺസേണിങ് തിങ്. കാരണം കളരി ഒരു എല്ലാം കൂടിയും എന്താ പറയുക, എല്ലാ ഇൻഗ്രീഡിയൻസും ഉൾപ്പെടുന്ന ഒരു ഫീച്ചറാണ് ഈ കളരി. ഇറ്റ് ഈസ് ബിൽഡിങ് യുവർ സ്ട്രെങ്ത്, ബിൽഡിങ് മസിൽ ആസ് വെൽ ആസ് ബിൽഡിങ് ഫ്ലെക്സിബിലിറ്റി. സോ ദാറ്റ് ഇസ് എ വെരി യൂണിക് കോമ്പിനേഷൻ. അത് ജനറലായിട്ട് ഇപ്പോൾ കാണുന്ന പല ആർട്സിൽ അത് എല്ലാം കൂടി ഇങ്ങനെ ഉൾപ്പെട്ടിട്ട് ഒരു സംഭവം നിങ്ങൾക്ക് കിട്ടില്ല. പിന്നെ ആൻഡ് ബീയിങ് ഇൻ കേരള, പീപ്പിൾ ഷുഡ് ബി ഏബിൾ ടു ആക്സെപ്റ്റ് ദാറ്റ്. അത് ഡെയിലി റൂട്ടീനിലും കൂടി കൊണ്ടുവരേണ്ട ഒരു കാര്യം കൂടിയാണ് ആക്ച്വലി. പിന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും രണ്ടുപേർക്കും ഒരുപോലെ ചെയ്യാൻ പറ്റുന്ന കാര്യം കൂടിയാണ് കളരി. ദാറ്റ്സ് അനദർ ഗ്രേറ്റ് തിങ് അബൌട്ട് കളരി. പിന്നെ ചില പെൺകുട്ടികൾ കളരി പഠിക്കാൻ പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ ഒരു ആശാൻ പണ്ടത്തെ ഞാനും ആക്ച്വലി കളരി പഠിച്ചിട്ടുണ്ട്. സോ ആയുധങ്ങൾ ഞാൻ ഇത് തൊട്ടിട്ടില്ല. സോ ബോഡീനെ സംബന്ധിച്ചുള്ളത് അതിന് വടിവുകൾ എന്ന് പറയും. സോ ആ ഒരു വടിവുകളൊക്കെ എല്ലാം ചെയ്ത് പഠിച്ചിട്ട് അത് ഞാൻ പ്രാക്ടീസ് ചെയ്യാറുണ്ട്. സോ ആശാനും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് ഈ പെൺകുട്ടികൾ ഇപ്പോൾ കളരി പഠിക്കാൻ വരുന്നതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സം ഓഫ് ദം അവർക്ക് ഡാൻസിൽ നല്ലൊരു താല്പര്യം ഉണ്ടെന്ന്. സോ ഡാൻസിനും കൂടി നന്നായിട്ട് നിങ്ങൾക്ക് ഭരതനാട്യം ഡാൻസോ ഒക്കെ ക്ലാസിക്കൽ ഡാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങളുടെ ബോഡിയുടെ ഫ്ലെക്സിബിലിറ്റി ഹൈ ലെവലിൽ ഇരിക്കണം. അപ്പോഴാണ് നിങ്ങൾക്ക് ആ ഒരു എല്ലാ മുദ്രകളും കറക്റ്റായിട്ടൊക്കെ ചെയ്യാൻ പറ്റുന്നത്. സോ ആ ഒരു ബോഡിയിൽ ആ ഒരു ഫ്ലെക്സിബിലിറ്റി ഉണ്ടാക്കി എടുക്കാനായിട്ട് ദേ ഫീൽ ദാറ്റ് കളർ ഈസ് ദ ബെസ്റ്റ്. Actually, any contact sport or any job which needs physical, what do you call, activity, flexibility is one of the most main thing included, exactly. Or which is the base of any physical activity which is out there. Even Olympic runners, Olympic javelin throwers, all of them are flexible to core. അതെ സത്യമായിട്ടും. ഇപ്പോൾ ഒന്നും വേണ്ട, ഒരു ഫുട്ബോൾ തന്നെ കാണാൻ ചെയ്യും. ഫുട്ബോളിൽ തന്നെ അത്യാവശ്യം ഏകദേശം എല്ലാവരും നല്ല ബോഡി ബിൽഡേഴ്സ് ആണ്, പക്ഷേ ഫ്ലെക്സിബിലിറ്റി അവർ കോംപ്രമൈസ് ചെയ്തിട്ടില്ല. ബിക്കോസ് ദേ ആർ ഏബിൾ ടു റൺ, ദേ ആർ ഏബിൾ ടു മൂവ് അറൌണ്ട് ദ ഗ്രൗണ്ട്. ആ ഒരു ഫ്ലെക്സിബിലിറ്റി കോംപ്രമൈസ് ചെയ്യാൻ വെച്ചാൽ ദേ ക്യാൻ ഡു ഇറ്റ്. ഈവൻ ക്രിക്കറ്റിലും ആക്ച്വലി, കാരണം വിതിൻ എ സ്പ്ലിറ്റ് സെക്കൻഡ് നിങ്ങൾക്ക് ബോളിനെ കണ്ടിട്ട് അടിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങളുടെ ബോഡി അത്ര ഫ്ലെക്സിബിൾ അല്ലാന്നുണ്ടെങ്കിൽ, റിജിഡ് ആണെച്ചെങ്കിൽ അടിക്കുന്നേക്കാൾ മുന്നേ യു വിൽ ബി ക്ലീൻ ബോൾ. ഈവൻ ഇൻഫാക്ട് ക്രിക്കറ്റിൻ്റെ കാര്യം പറയുമ്പോഴാണ് വിരാട് കോഹ്ലി ഇപ്പോൾ കുറച്ച് നാൾ മുന്നെയാണ് ആൾ കംപ്ലീറ്റ്ലി വെജിറ്റേറിയൻ ആയിട്ടും കൂടി മാറിയിട്ടുണ്ട്. സോ ആളും ഒരു ട്രെൻഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ആ ഒരു ആസ്പെക്ട് നോക്കുകയാണെന്ന്, വെജിറ്റേറിയനിസം. ദാറ്റ് വി ക്യാൻ ഡിസ്കസ്. So that's about the flexibility part, and so health should be the major focus. So try to look at the best thing now. So what is best for you? First identify your purpose. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫസ്റ്റ് പർപ്പസ് എന്താണ് നിങ്ങളുടെ, പിന്നെ ആ പർപ്പസ് മീറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്താണ്. ഇഫ് യു ആസ്ക് മീ, ഇപ്പോൾ ഞാൻ ആക്ച്വലി ഇവിടെ ഒരു അഡ്വൈസ് തരാമെന്നല്ല ഇരിക്കുന്നത്. ഐ വിൽ ജസ്റ്റ് സ്പീക്ക് അബൌട്ട് മൈ ഓൺ എക്സ്പീരിയൻസസ്. കാരണം ഞാൻ ഈ ഫുൾ സൈക്കിൾ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ ആദ്യം തുടങ്ങിയത് ഫസ്റ്റ് കുറേ റണ്ണിങ്ങും ചെയ്യാറുണ്ട്, പിന്നെ വീട്ടിൽ കുറേ എക്സസൈസ് ചെയ്തു, അങ്ങനെ പിന്നെ ഫുൾ ടൈം ജിമ്മിൽ കയറിയിട്ടുണ്ട്. ഫുൾ ജിമ്മിൽ ഇന്ത്യയിലുള്ളപ്പോഴും എബ്രോഡും താമസിച്ചിട്ടുണ്ട്. എപ്പോഴും ജിമ്മിലും പോയിട്ട് ഇതൊക്കെ കഴിഞ്ഞ് പിന്നെ സ്വിമ്മിങ് അത്യാവശ്യം ചെയ്യാറുണ്ട്. ദെൻ ഫൈനലി ആക്ച്വലി ഐ ലാൻഡഡ് ഇൻ യോഗ. ഈ എല്ലാ കാര്യങ്ങളും കഴിഞ്ഞിട്ട്. സോ ഇതെല്ലാം അനുഭവിച്ചിട്ടുണ്ട്, എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട്. ദെൻ ഫൈനലി വെൻ ഐ ലാൻഡഡ് ഇൻ യോഗ, അപ്പോൾ പിന്നെ എനിക്കൊരു ചെറിയ കൺസേൺ ഉണ്ടായിരുന്നു യോഗയിൽ വന്നപ്പോൾ. അതായത് ഉള്ളിൽ നിന്ന് നമ്മൾ ഭയങ്കര സ്ട്രോങ് ആയി വരുന്നുണ്ട്. ആക്ച്വലി സ്പിരിച്വലി യു ബിക്കം വെരി 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 എനർജൈസ്ഡ് ആക്ച്വലി. ബട്ട് ഹവെവർ എൻ്റെ ബോഡി സ്ട്രെങ്ത് കോംപ്രമൈസ് ആവുന്നുണ്ടോ അത് എനിക്കൊന്ന് കൺഫേം ചെയ്യണമായിരുന്നു. ഐ ഡോണ്ട് ഹാവ് മച്ച് ഡൗട്ട്സ് ഓൺ ദാറ്റ്, ബട്ട് സ്റ്റിൽ ഐ വാണ്ടഡ് ടു റീകൺഫേം. അപ്പോൾ ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. ഇപ്പോൾ ഞാൻ പണ്ട് ഇപ്പോൾ യോഗയ്ക്ക് വരുന്നേക്കാൾ മുമ്പ് ഐ നെവർ യൂസ് ടു ഡു എനിത്തിങ് ലൈക്ക് അഡ്വെഞ്ചർ സ്പോർട്സോ അങ്ങനെയൊന്നുമില്ല. എനിക്കത് താല്പര്യമില്ല, മാത്രമല്ല എനിക്കത് പറ്റില്ല ആക്ച്വലി. ഓക്കെ, പറ്റില്ലെങ്കിൽ പിന്നെ താല്പര്യമില്ലെന്ന് പറയാമല്ലോ ഈസി ആയിട്ട്. അപ്പോൾ സോ പക്ഷേ ഇത് യോഗ സ്റ്റാർട്ട് ചെയ്ത പിന്നെ ഞാൻ അത്യാവശ്യം ഐ ഹവ് ബീൻ ഡൂയിങ് തിങ്സ് ഫിസിക്കലി ചാലഞ്ചിങ് കാര്യങ്ങൾ കുറേയധികം ചെയ്യാൻ തുടങ്ങി. പിന്നെ യോഗയിലേക്ക് വന്ന പിന്നെയാണ് ഞാൻ ആക്ച്വലി കംപ്ലീറ്റ്ലി ഒരു വെജിറ്റേറിയൻ കൂടി ആയി മാറിയത്. Not by purpose or intent, automatically I became a pure vegetarian. So 7 years ആയിട്ട് പ്യുവർ വെജിറ്റേറിയൻ. അപ്പോൾ നോൺ വെജും കഴിച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് പിന്നെ ബോഡി കൊണ്ട് അക്സെപ്റ്റ് ചെയ്യുന്നില്ല പഴയ പോലെ. ബോഡി is not accepting non-veg. Body is accepting only what it feels is good for. The body adapts to the current situation which you are going through. പിന്നെ എന്താണെന്ന് വെച്ചാൽ ബോഡിയുടെ ഉള്ളിലൊരു ഇൻഹെറന്റ് ഇന്റലിജൻസ് ഉണ്ട്, which is not driven by the brain, the body itself. അപ്പോൾ അതിന് അനുയോജിച്ച കാര്യം മാത്രമേ പിന്നെ ബോഡി അത് അക്സെപ്റ്റ് ചെയ്യുന്നുള്ളൂ. ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ് ഇൻ ദിസ് യോഗയിലേക്ക് കടക്കുന്ന സമയത്ത്. അപ്പോൾ അങ്ങനെ സോ ഇങ്ങനെ ഒരു റൂട്ടീനാണ്.
ജിമ്മ് പോകുന്നില്ല, യോഗയെ ചെയ്യുന്നുള്ളൂ. യോഗയിലും ആക്ച്വലി വലിയ സ്ട്രോങ് ആയിട്ടൊന്നും ചെയ്യുന്നില്ല, ജസ്റ്റ് വളരെ നോർമൽ ഇരുന്നിട്ട് ഒരു സ്ഥലത്ത് ഇരുന്നിട്ട് ജസ്റ്റ് ബ്രെത്തിനും പിന്നെ ഒരു ചാൻറ്റും അങ്ങനെയൊക്കെ ആയിട്ടാണ് പോകുന്നത് ആക്ച്വലി. സോ അതിലൂടെ നമുക്ക് ഒരു ബോഡി ഫിസിക്കൽ സ്ട്രെങ്ത് ഉണ്ടാവില്ല എന്നൊരു ചെറിയൊരു ഡൗട്ട് ഉണ്ട്. സോ കാരണം നേരത്തെ ഞാൻ ഫിസിക്കൽ ഫിറ്റ്നസ്സിൽ അത്യാവശ്യം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് പിന്നെ അതിനെ ഫുള്ള് ഉപേക്ഷിച്ചിട്ട് ഈ ഒരു റൂട്ടീനിൽ വരുമ്പോൾ ചെറിയൊരു എന്തെങ്കിലും കൊഴിഞ്ഞു പോകേണ്ടുന്നൊരു ചെറിയൊരു ചിന്ത. അതെ 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 അതെ. സോ ബട്ട് ഹവെവർ വാട്ട് ഹാപ്പൻഡ് ഇസ് ദാറ്റ് ഇതൊക്കെ തുടങ്ങിയ പിന്നെ ഞാൻ പിന്നെ ഐ വെൻറ്റ് ഫോർ ലൈക്ക് ഒരു കൈലാഷ് മാനസരോവറിൻ്റെ ഒരു 14 കിലോമീറ്റർ 18,000 ഫീറ്റിൽ ട്രെക്ക് ചെയ്തു. യാ സോ 18,000 ഫീറ്റ് എന്ന് പറയുന്നത് അവിടെ ഓക്സിജൻ ഡിപ്ലീഷൻ, അതാണ് ഏറ്റവും വലിയ ഇഷ്യൂ അവിടെ. പിന്നെ അതിന് ഡയമോക്സ് എന്ന് പറഞ്ഞൊരു ഇൻഫാക്ട് പീപ്പിൾ ഡൈ ഓൾസോ. അവിടെ കൈലാഷിലെ യാത്രകളിൽ തന്നെ എല്ലാ കൊല്ലം മരണങ്ങളുണ്ടാവും. At certain point when you are climbing, there is a name given to the place where people die. It's called a death valley or something like that. I think that is somewhere in Himalayas. Somewhere in Himalayas. Yeah. So adu ഞാൻ ചെയ്തു. So and then it was like it's all self realization. ഇതൊക്കെ പറ്റുന്നില്ല ഇപ്പോൾ. പണ്ട് അതിനെപ്പറ്റി ആലോചിക്കുന്നില്ല, അതിനെപ്പറ്റി പ്ലാൻ പോലും ചെയ്യാൻ പറ്റുന്നില്ല. Now I'm able to do this. You wouldn't even know or even recognize the power of your body. Exactly. It could do. Exactly. What it could. Exactly. അതാണ്. There's so much of potential in your body. സത്യം. But you would find it out when the correct time. Correct. അത് കാരണം എന്താ വെച്ചാൽ ഏതൊരു അറിവും നമ്മുടെ അനുഭവത്തോടെ അറിയുന്ന കാര്യങ്ങൾക്ക് മാത്രമേ ഞാൻ അറിവെന്ന് പറയുള്ളൂ. അതെ. സോ അല്ലാതെ നമ്മൾ അറിവെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ ഇറ്റ് ഇസ് ജസ്റ്റ് ഇൻഫർമേഷൻ വിച്ച് ഇസ് ഫ്ലോട്ടിങ് അറൗണ്ട്. നമ്മളത് എന്ന് അനുഭവിക്കുന്നു അന്നാണ് യാഥാർത്ഥ്യത്തിൽ നമ്മുടെ അറിവായി മാറുന്നത്. സോ അപ്പോൾ അങ്ങനെ കൈലാഷ് മാനസരോവർ ചെയ്തു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരു കേദാർനാഥിൻ്റെ ഒരു ട്രെക്ക് ഉണ്ട്, 21 കിലോമീറ്റേഴ്സ് ഫ്രം സീതാപൂർ ടു കേദാർനാഥിൻ്റെ ടോപ്പ്. അതെന്ന് വെച്ചാൽ നേരെ അസെൻഡിങ് ആണ് ഫുള്ള്. അതിൽ ആൾട്ടിറ്റ്യൂഡ് പ്രശ്നമില്ല, അതായത് ഓക്സിജൻ്റെ പ്രശ്നമില്ല, ബിക്കോസ് ദാറ്റ് ഇസ് അറൗണ്ട് 11,000-12,000 ഫീറ്റ് ഓൺലി. അപ്പോൾ പക്ഷേ ഇത് സ്ട്രേറ്റ് അസെൻറ്റ് ആണിത്, അത്യാവശ്യം അസെൻറ്റ് ആണ്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുമോ പലരും പറഞ്ഞു അത് ഡിഫിക്കൽട്ടാണ്. സോ വിത്ത് ദ ബാക്ക് പാക്ക് വോക്ക്ഡ് എൻറ്റയർ തിങ്. So this is all after moving to this new regime where physical fitnessന്റെ അതിനേക്കാളും കൂടുതൽ ഓവറോൾ ഹെൽത്തിനെ പറ്റിയിട്ടാണ് ആ റൂട്ടീനിലേക്ക് വന്നത് പിന്നെയാണ്. സോ ഇതൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. പിന്നെ ടോക്കിംഗ് അബൌട്ട് ദ മെൻ്റൽ സ്ട്രെങ്ത്. ഇപ്പോൾ മെൻ്റൽ സ്ട്രെങ്ത്തിന് ചെക്ക് ചെയ്യണമെങ്കിൽ courage would not be the actual word, but I would say more of a combination of courage and clarity. Okay, now clarity എന്നുള്ള വേർഡും വളരെ സൂക്ഷിച്ചാണ് ഉപയോഗിക്കുന്നത്. Clarity is not exactly confidence. Okay, confidence is again something different. കാരണം നിങ്ങൾക്ക് ഒരു കാര്യത്തിനെ പറ്റിയിട്ട് ധാരണ ഇല്ലെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനെ പറ്റി നിങ്ങൾക്ക് കോൺഫിഡൻ്റ് ആവാം. അതുകൊണ്ട് കോൺഫിഡൻസിനേക്കാളും വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്ലാരിറ്റി. നിങ്ങൾക്ക് ധാരണ ഉണ്ടോ അതിനെക്കുറിച്ച്? ക്ലാരിറ്റി അത്യാവശ്യം ഉണ്ടെങ്കിൽ എല്ലാവരും കോൺഫിഡൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് അറിയാം വാട്ട് ഇറ്റ് ഇസ് ആൻഡ് വാട്ട് ഇറ്റ് ഇസ് നോട്ട്. പക്ഷേ ഒന്നും അറിയാതെ പോലും നിങ്ങൾക്ക് ഐ എം കോൺഫിഡൻറ്റ്, ഐ കൻ ഡു ഇറ്റ്. നിങ്ങൾക്ക് മൗണ്ട് എവറസ്റ്റ് കയറാൻ പറ്റും. യെസ് ഐ എം കോൺഫിഡൻറ്റ്, ഐ കൻ ഡു ഇറ്റ്. പക്ഷേ ആർ യു അവെയർ ദ 26,000 ഫീറ്റാണത്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഐ എം ജസ്റ്റ് സ്പെൻഡിങ് ഫ്യൂ സെക്കൻഡ്സ് ഓൺ ദാറ്റ്. ഈ ആൾട്ടിറ്റ്യൂഡിൻ്റെ കേസ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു 16,000 അടി കഴിഞ്ഞാലില്ലേ, ഓരോ 1000 അടി മുകളിലേക്ക് പോകുമ്പോഴല്ലേ അതിൻ്റെ തരം കംപ്ലീറ്റ്ലി മാറും. The way your body reacts to every additional 1,000 feet is completely different. Okay. So that is where it's a huge challenge. Mount Everest ഒക്കെ even Mount Everest base camp എത്തുന്നത് തന്നെ വലിയൊരു കാര്യമാണ് ആക്ച്വലി. സോ ആ ഓക്സിജൻ ഡിപ്ലീഷൻ എന്താണെന്ന് ഞാനന്ന് 18,000 ഫീറ്റിൽ പോയപ്പോൾ അറിഞ്ഞു. സോ വെൻ യുവർ ബോഡി is tired, നിങ്ങൾ ശ്വാസം വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒന്നും ഉള്ളിലേക്കൊന്നും വരുന്നില്ല. ഓക്സിജൻ അതെ, thin air is just going in and your body is just getting depleted. ബ്ലഡിൽ ഓക്സിജൻ ഇല്ലെങ്കിൽ സോ ദാറ്റ് ഇസ് വാട്ട് ഇസ് ഹാപ്പനിങ്. സോ ഇതൊക്കെ ഇങ്ങനെ ചാലഞ്ചസ് ആണ്. പിന്നെ മെൻ്റൽ കറേജ് ആൻഡ് ക്ലാരിറ്റി എന്ന് പറയുമ്പോൾ സോ ഇൻ എനി ഗിവൻ സിറ്റുവേഷൻ, ഇഫ് ഇറ്റ്സ് എ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ, ആർ യു ഏബിൾ ടു ഫേസ് ഇറ്റ് ഇൻ എ കാം മാനർ? സി ഇപ്പോൾ സംബഡി ഈസ് കമ്മിങ് ടു അറ്റാക്ക് യു. ആള് ഒരു ആവേശത്തോടെ നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വന്നു. നിങ്ങളും ഒരു ആവേശത്തോടെ അത് നേരിടാൻ നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ മേ ബി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് നിങ്ങളെ സ്വയം ഡിഫെൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് വരും. ഇൻഫാക്ട് മിസ്റ്റേക്സ് ആവാനാണ് സാധ്യത കൂടുതൽ ആ സമയത്ത്. പക്ഷെ നിങ്ങൾ ആക്രമിക്കാൻ വരുന്ന ആൾ ആവേശത്തോടെയാണ്, പക്ഷെ നിങ്ങൾ കാമായിട്ട് നിങ്ങൾ അതിനെ നേരിടാൻ വെച്ചെങ്കിലല്ലേ 99% ചാൻസസ് യു വിൽ ബി ദ വിനർ. സോ അത് അവിടെയാണ് യുവർ മൈൻഡ് ഫോക്കസ് ഇസ് സോ ഇമ്പോർട്ടൻറ്റ്. കളറിയിൽ ആക്ച്വലി പഠിപ്പിക്കുന്ന ഈ ഒരു കാര്യം കൂടിയാണ്, ഒരു പർപ്പസ് കളറിയുടെ. അതായത് പേടീനെ ഇല്ലാതാക്കുക.
faith over fear, basically. Now that is the statement, but I would use the word faith with a lot of responsibility, because faith is again somewhere ഈ ഒരു കോൺഫിഡൻസ് എന്ന് പറഞ്ഞില്ലേ നേരത്തെ, അതിനോട് അനുയോജിച്ചൊരു കാര്യമാണ് ഫെയ്ത്ത്. അതായത് നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങൾക്ക് അറിയില്ല എന്താണെന്ന്, ബട്ട് യു വുഡ് ലൈക്ക് ടു ബിലീവ്. True. It's just like this So confidence. you believe that you're stronger. Exactly. But whether are you actually or not, that's a different matter. Different. See, ഇത് മറ്റേ ആ ഒരു ഹിന്ദിയിൽ നിന്ന് പറയില്ല, ബാസ് ഓർ ചിടിയ കാ ഫൈറ്റ്. Baaz is the eagle, Chidiya is the sparrow. So the sparrow feels that I can also beat the eagle. Good to be confident, but eventually we know 99% what is going to happen out of this, right? Because the eagle is not just a physically fit bird, it is also mentally very strong. It knows how to take care of what comes in front of it. So it might you should not end up as in that situation. So you should be clear, either to avoid the fight, have the sense to avoid the confrontation, or if you do you have the necessary ingredient to actually go for it. So പിന്നെ വേറൊരു ഉദാഹരണം പറയുകയാണെന്നുവെച്ചെങ്കിൽ അത് ഇത്തിരി പൂർവ്വകാലത്തൊരു എക്സാമ്പിളാണ്. അത് ഭഗവാൻ ലോർഡ് കൃഷ്ണ അറിയാലോ അല്ലേ? സോ ഇപ്പോൾ ലോർഡിൻ്റെ ഭാഗം അവിടെ ഇരിക്കട്ടെ, കൃഷ്ണ ജസ്റ്റ് ആസ് എ പേഴ്സൺ കൃഷ്ണ. സോ നമ്മൾ കൃഷ്ണനെ കാണുമ്പോൾ നമ്മൾ ആളെ എന്ത് രൂപത്തിലാണ് കാണുന്നത്? അതായത് ഒരു വലിയൊരു മസിൽ മാൻ, ബോഡി ബിൽഡർ, സൂപ്പർമാൻ ടൈപ്പ് ഒരാളായിട്ടാണോ നമ്മൾ കാണുന്നത്? ആളുടെ പല ഇമേജസ് ഉണ്ടല്ലോ, അത് ഒരു നോർമൽ ഒരു ഫ്ലെക്സിബിൾ ഹ്യൂമൻ ബീങ് പോലെയാണ് തോന്നുന്നത്. സോ അന്നത്തെ ഒരു വിധത്തിൽ കൃഷ്ണൻ്റെ വരവ് കംസനെ വധിക്കാൻ വേണ്ടിയിട്ടും കൂടി ആയിരുന്നു അന്ന് പണ്ട്. കംസനായിരുന്നു അന്ന് ഏറ്റവും വലിയൊരു വില്ലൻ അന്നത്തെ. സോ ആളുടെ സ്വന്തം മാമൻ. സോ when you mention now mythology, we will come to that also, we will discuss that. So അപ്പോൾ കൃഷ്ണൻ്റെ മൂത്ത ചേട്ടനാണ് ബൽറാം. സോ ബൽറാം പേരും ബൽറാം, അതേപോലെ തന്നെ ആളുടെ സൈസും അങ്ങനെ തന്നെ, പ്രോപ്പർ ബോഡി ബിൽഡർ, വലിയൊരു വ്യക്തി കൂടിയാണ്. അപ്പോൾ കംസനെ ശരിക്കും വധിക്കേണ്ടത് ബൽറാം അല്ലേ? കാരണം ഇവർ രണ്ടുപേരുണ്ടായിരുന്നു അന്ന് ആ ഒരു സിറ്റുവേഷനിൽ, പക്ഷെ വധിച്ചത് കൃഷ്ണനാണ്. സോ ഒരു വലിയൊരു ബാഹുബലിയായ വ്യക്തിയാണ് ഈ കംസൻ, അതേപോലത്തെ ഒരു വ്യക്തി തന്നെ ബൽറാമും. ബോഡി മാത്രമല്ല, ഈവൻ മൈൻഡ് ഷുഡ് ബി ഇൻ എ സ്റ്റേബിൾ പൊസിഷൻ. കാരണം മെന്റൽ ഹെൽത്ത് ആക്ച്വലി യു ക്യാൻ സേ സോ. Yes. So while Krishna is not supposed to be a physically weak person, he might not be having the muscle tone or muscular appearance of Balram. You can still win a fight with intelligence. Yeah, and he has the necessary physical capability also. Just the appearance is not there. That's all. ഒരു മസ്കുലർ അപ്പിയറൻസ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് ഫിസിക്കലി നിങ്ങൾ ഫിറ്റ് അല്ല എന്ന് നിങ്ങൾക്ക് അങ്ങനെ സ്ഥിരീകരിക്കാൻ പറ്റില്ല, പറയാനും പറ്റില്ല. അങ്ങനെ അല്ല അത് ആക്ച്വലി. സോ ദാറ്റ് ഇസ് വെയർ health is so important as compared to just a muscular physical appearance. Even to certain extent, mind physique has a connection. Yes, absolutely. So that's what we call in a bodybuilding aspect. When we work out, people say that you should have a mind-muscle connection. Correct. Even when you're hitting a chest press or a dumbbell flies or whatever workouts there are, you should have a mind-muscle connection even before you start the rep. Exactly. സോ അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഇപ്പോൾ വീട്ടിൽ തന്നെ ഇപ്പോൾ വീട്ടമ്മമാർ പലരും നന്നായിട്ട് പണിയെടുക്കുന്നുണ്ട്. അതായത് കുക്കിംഗ് ചെയ്യുന്നുണ്ട്, മുറ്റം അടിക്കുന്നുണ്ട്, മേ ബി അകത്ത് തുടയ്ക്കുന്നുണ്ടാവും, പിന്നെ അങ്ങനെ പല കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. സോ can we say that അവരെല്ലാവരും ഹെൽത്തി ആണ്? No, because many of them might be are suffering by diabetes also. True. So അപ്പോൾ ഒരു കണക്ക് വെച്ച് നോക്കുകയാണെന്നുവെച്ചെങ്കിൽ മേ ബി ആക്ച്വലി ഇപ്പോൾ സപ്പോസ് ആരെങ്കിലും ഒരു മെഷർമെൻറ്റ് ചെയ്യാൻ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ ആക്ച്വൽ മെഷർമെൻറ്റ് ഓഫ് എത്ര അടി നടന്നു ഒരു ദിവസം കൊണ്ട്, മേ ബി ഒരു 2 കിലോമീറ്ററിൻ്റെ അടുത്ത് ചിലപ്പോൾ നടന്നു എന്ന് വരും. വീട്ടിൽ ഈ റൂമിൽ നിന്ന് ആ റൂമിൽ പോയി, അവിടെ പോയി, മുറ്റത്ത് പോയി, പുറത്ത് വന്ന് ബാക്കിൽ. അൺഫോർച്ചുനേറ്റ്ലി അതൊന്നും എക്സസൈസ് കാറ്റഗറിയിൽ വരുന്നില്ല. നോർമലി വരുന്ന എല്ലാ അസുഖങ്ങളും വരുന്നുണ്ട്. The movements might differ every day. നിങ്ങൾ ഇന്ന് നടന്ന ലെങ്ത് ആയിരിക്കില്ല നാളെ നിങ്ങൾ നടക്കുന്നത്. അതുണ്ട്. പക്ഷേ ഇതിൽ ഡിഫറൻസ് എന്താണെന്ന് വെച്ചെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഈ മൈൻഡ് ആൻഡ് ബോഡിയുടെ ഒരു അലൈൻമെൻ്റ് ഇല്ലേ. സോ വീട്ടിലിപ്പോൾ പണി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ഫോക്കസ് ആക്ച്വലി ആ ഒരു കുക്കിംഗ് ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ നിങ്ങളുടെ ഫോക്കസ് കുക്കിങ്ങിലാണ്. നിങ്ങളുടെ ഫോക്കസ് നിങ്ങളുടെ ഓൺ ബോഡിയിലല്ല. അപ്പോൾ സോ കാരണം നിങ്ങളൊരു ഫിറ്റ്നസ് പരമായിട്ടൊരു ആക്ടിവിറ്റി ചെയ്യുമ്പോൾ നിങ്ങളുടെ മൈൻഡ് ഫുൾ ടൈം
മൈൻഡിൻ്റെ ഒരു Constant കോൺസ്റ്റൻറ്റ് ഫോക്കസ് നിങ്ങളുടെ ബോഡിയിൽ മാത്രമേ പാടുള്ളൂ. അപ്പോൾ അതോടുകൂടിയാണ് ആ ഒരു അവയർനെസ്സും കൂടിയും യോജിച്ച് വരുന്നത്. ബിക്കോസ് അൺലെസ് ദാറ്റ് എലിമെൻറ്റ് ഓഫ് അവയർനെസ് ഇസ് ദയർ വിത്തിൻ യുവർ ബോഡി വെൻ യു ആർ ഡൂയിങ് ദാറ്റ് പെർട്ടിക്കുലർ ആക്ടിവിറ്റി, അതിൻ്റെ ഒരു റിസൾട്ട് അതിനോട് അനുയോജിച്ച ഒരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടില്ല അൺലെസ് ഇറ്റ് ഇസ് ദയർ. അത് അവർ ഉണ്ടെങ്കിൽ മാത്രമേ അത് അതിനൊരു അനുയോജിച്ചൊരു റിസൾട്ട് കിട്ടുള്ളൂ. സോ ദാറ്റ് ഇസ് വെയർ ഇപ്പോൾ ജിമ്മിൽ തന്നെ സെയിം ആക്ടിവിറ്റി സെയിം ഫിസിക്കൽ റുട്ടീന് 3 പേര് ഫോളോ ചെയ്യുകയാണെന്ന് വെച്ചെങ്കിൽ 3 പേർക്കും കിട്ടുന്ന റിസൾട്ട്സ് ഡിഫറെൻ്റ് ആവും. യാ, സോ ആ ഒരു മൈൻഡ് ആൻഡ് ബോഡി അലൈൻ ആവാതെ ഒന്നും നടക്കില്ല ആക്ച്വലി. ഇറ്റ് മൈറ്റ് ബി ആക്ച്വലി എൻഡ് അപ്പ് ആസ് എ ബാഗേജ്. നിങ്ങളുടെ ഈ ഫിസിക്കലായിട്ട് നിങ്ങൾ ഇങ്ങനെ ബീഫപ്പ് ചെയ്ത് വരികയാണെന്നുവെച്ചെങ്കിൽ പോലും അതൊരു ബാഗേജായി മാറും. ബാഗേജായി മാറുമെന്ന് പറഞ്ഞാൽ അതൊരു ലയബിലിറ്റി ആവും മോർ ദാൻ ആൻ അസെറ്റ് ടു യു. ഈവൻ നമ്മൾ ബോഡി ബിൽഡേഴ്സിനെ കാണുമ്പോൾ അവർ ഫസ്റ്റ് തിങ് പറയുന്നത് ഇഫ് യു വാണ്ട് ടു ഗെറ്റ് ഇൻ ടു ബോഡി ബിൽഡിംഗ് യു ഷുഡ് ഹാവ് ദ മൈൻഡ് മസിൽ കണക്ഷൻ ഫസ്റ്റ്. കറക്റ്റ് എക്സാക്ട്ലി അത്രേ ഉള്ളൂ. സോ ദാറ്റ് ഇസ് വെയർ this Krishna, not the Lord Krishna as a person, how that is a very relevant example. And plus ആ ഒരു ഇൻസിഡൻറ്റ് മാത്രമല്ല, ആ ഒരു എപ്പിസോഡ് കഴിഞ്ഞിട്ടും പിന്നെയും കുറേ പല ഡിഫിക്കൽട്ട് കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻസിൽ ആളിങ്ങനെ റിയാക്ട് ചെയ്യുന്നു, ആളിങ്ങനെ അഡ്രസ് ചെയ്യുന്നു ഒരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ. ദാറ്റ് ഇസ് ബിക്കോസ് in every given situation he seems to be the one who stands out in terms of deliverance. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുവെച്ചെങ്കിൽ ഓക്കെ, വെദർ ഒരു മെൻ്റൽ ഇൻ്റലിജൻസ് ലെവൽ ആയാലോ ഒരു ഓവറോൾ സിറ്റുവേഷനെ സ്റ്റഡി ചെയ്തിട്ട് അതിനൊരു കറക്റ്റായിട്ടുള്ള ബെസ്റ്റ് സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിലോ അല്ലെങ്കിൽ ബെസ്റ്റ് സ്റ്റെപ്പ്, വാട്ട് ഇസ് ദ ബെസ്റ്റ് സ്റ്റെപ്പ് ടു ബി ടേക്കൺ ഇൻ എ സർട്ടൺ സിറ്റുവേഷൻ, എന്തെങ്കിലും ഹിസ് ഡെലിവറൻസ് സീംസ് ടു ബി ക്വൈറ്റ് പെർഫെക്റ്റ് ഇൻ എവറി സിറ്റുവേഷൻ. വൈ? ബിക്കോസ് ഹി ഈസ് ദ എപ്പിറ്റോം ഓഫ് മൈൻഡ് ബോഡി കണക്ഷൻ. അതുകൊണ്ട് നമ്മൾ ആളെ വർഷിപ്പ് ചെയ്യുന്നു. അതെ. അല്ലെങ്കിൽ കഥകൾ വെച്ച് നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ മേ ബി ഓക്കെ വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ ഇന്ന അവതാരമാണെന്നൊക്കെ പറഞ്ഞിട്ട് ദാറ്റ് ഇസ് എ ഡിഫറെൻറ്റ് ആസ്പെക്ട്. ബട്ട് ഈവൻ ഇഫ് യു വാണ്ട് യു ക്യാൻ ഇഗ്നോർ ദോസ് പാർട്സ് ദാറ്റ് യു ഡോണ്ട് നോ ബിക്കോസ് നിങ്ങളുടെ എക്സ്പീരിയൻസിൽ അതില്ല, നിങ്ങൾക്ക് അറിയില്ല നിങ്ങളുടെ എക്സ്പീരിയൻസ് കൊണ്ട് അത് യാഥാർത്ഥത്തിൽ ഈവൻ ഫോർ ദാറ്റ് മാറ്റർ വിഷ്ണു, ഹൂസ് വിഷ്ണു ഓർ വാട്ട് ഇസ് വിഷ്ണു ആൻഡ് വിഷ്ണുവിൻ്റെ അവതാരങ്ങളിൽ പറ്റിയിട്ട് ദിസ് ഇസ് ഓൾ ഡേറ്റിംഗ് ബാക്ക് ടു മച്ച് ഇൻ ടു ദ പ്രീ ഹിസ്റ്റോറിക് പീരിയഡ്. അതെ. സോ ബട്ട് കൃഷ്ണ ഇസ് ആക്ച്വലി വെരി റീസെന്റ് ഹിസ്റ്ററി. കാരണം നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ പറയുമ്പോൾ 3000 years 4000 years is not very much back in history. കാരണം നമുക്ക് records of history for us are there since 12,000 years old because we are talking about Shiva which is more than 15,000 years. We even have recordings of Mayan civilization. അതുണ്ട് അപ്പുറത്ത് അവിടെ. ദാറ്റ്സ് സൗത്ത് അമേരിക്ക ആണ്. യാ, സോ അതുകൊണ്ട് ഇന്ത്യൻ ഹിസ്റ്ററി പറയുമ്പോൾ ഇതൊക്കെ റീസെൻറ്റ് ഹിസ്റ്ററിയാണ്. 3000 years is supposed to be recent history. കാരണം അത്രയ്ക്കും കൃത്യമായിട്ട് നമ്മുടെ കയ്യിൽ ഫുൾ ഡേറ്റ ഉണ്ട്. ഇപ്പോൾ പേഴ്സൺ ലൈക്ക് ചാണക്യ 300 BC which means 2300 years back. ആളുടെ ഇത്രയ്ക്കും ഡീറ്റെയിൽ നമുക്ക് ആൾ എന്തൊക്കെ ഏത് സിറ്റുവേഷനിൽ എന്ത് പറഞ്ഞു എന്ത് ചെയ്തു ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മുടെ കയ്യിൽ വി ഹാവ് റെക്കോർഡ് ഹിസ്റ്ററി. യാ, ബിക്കോസ് ദാറ്റ് ഇസ് ഓൾ സപ്പോസ് ടു ബി റീസെന്റ് ഹിസ്റ്ററി ഫോർ us. നമ്മളെ സംബന്ധിച്ച് ഇതൊക്കെ റീസെന്റ് ഹിസ്റ്ററിയാണ്. കാരണം ഇത് ഭാരതത്തിൽ മാത്രം ഇങ്ങനെ സംഭവം ഉള്ളൂ കേട്ടോ. വേൾഡിൽ എവിടെയും actually I mean not to my knowledge, maybe there have been some phenomenal people somewhere around, but general discussion lo knowledge lo illa actually. illa allengilum science was already there in the Indian culture even before scientists found out. അതെ അതൊരു ടോപ്പിക്കാണ് കേട്ടോ, ഡിസ്കസ് ചെയ്യാൻ പറ്റിയ വലിയൊരു ടോപ്പിക്കാണ് ആക്ച്വലി അത്. ദാറ്റ് ഇസ് എ ടോപ്പിക് ഇൻ ഇറ്റ്സെൽഫ്. സോ റൈറ്റ് നൗ നമുക്കൊരു ഹെൽത്തിനോട് നമുക്ക് അതെ. സോ യാ, സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ് തിങ്. പിന്നെ മെയിൻ പോയിന്റ് എന്താണെന്ന് വെച്ചെങ്കിൽ കേപ്പബിലിറ്റി നിങ്ങളുടെ വർദ്ധിക്കുന്നുണ്ടോ ഓവറോൾ. ഡോണ്ട് ജസ്റ്റ് ബി ലുക്കിംഗ് ഓൺലി ആറ്റ് ഫിസിക്കൽ മസ്കുലർ, ഒരാൾ പിടിച്ച് വഴിയിലടിക്കാൻ പറ്റോ ഇല്ലേ, അതിനുള്ള ഫിസിക്കൽ മസ്കുലർ പവർ നമുക്ക് ഉണ്ടോ ഇല്ലേ. ദാറ്റ് ഇസ് വൺ എലിമെൻറ്റ് ഓഫ് കേപ്പബിലിറ്റി. ചില സാഹചര്യത്തിൽ അതിൻ്റെ ആവശ്യം വരും. സംബഡി ഇസ് ജസ്റ്റ് അറ്റാക്കിങ് യു, സോ യു നീഡ് ടു ബി എക്വിപ്ഡ് ടു ഗിവ് ഹിം ബാക്ക്. വെറുതെ അനാവശ്യമായിട്ട് നിങ്ങൾ അറ്റാക്ക് ചെയ്യാൻ വരാൻ വെച്ചെങ്കിൽ സോ യു ഷുഡ് ബി കേപ്പബിൾ ടു ഡിഫെൻഡ് യുവർ സെൽഫ്. On the topic of attacks and things, sorry to cut you off. There is a simple aspect when someone comes to attack you or even an animal. നമ്മുടെ ബോഡിയിൽ അഡ്രിനാലിൻ അല്ലെങ്കിൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് സിറ്റുവേഷൻ ആ ഒരു ഇത് വരുന്നത് ആക്ച്വലി ഇറ്റ് ഷുഡ് കം നോർമലി. നൗഡേസ് വാട്ട് പീപ്പിൾ ഡു ഇസ് ദേ ടേക്ക് ഇറ്റ് ഫ്രോം എക്സ്റ്റേണൽ സോഴ്സസ്. അഡ്രിനാലിൻ നമ്മൾ എക്സ്റ്റേണൽ സോഴ്സസ് തന്നെ എടുക്കുന്നുണ്ട് ഇപ്പോഴത്തെ കാലത്ത്. സോ വെൻ ദ ടൈം ഓഫ് ആക്ച്വൽ ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് കംസ് ദേ ഡോണ്ട് ഹാവ് ദ capability to produce adrenaline by their own body. Yeah, that's an interesting way to look at it actually. Yeah,
അതൊരു സത്യമാണ്. ബിക്കോസ് നിങ്ങൾ ആക്ച്വലി നിങ്ങളുടെ ഒരു ഹോൾ ലൈഫ് എക്സ്റ്റേർണലി ഇൻഫ്ലുവൻസ്ഡ് ആണെച്ചെങ്കിൽ ദിസ് ഇസ് വെരി വിൽ എൻഡ് അപ്പ്. സോ അതാണ് ചോയ്സ് എന്ന് പറയുമ്പോൾ. സോ മെനി പീപ്പിൾ സേ ദാറ്റ് നോ ദിസ് ഇസ് മൈ ചോയ്സ്. ജസ്റ്റ് ലുക്ക് അറ്റ് ഇറ്റ്. യാഥാർത്ഥ്യത്തിൽ നിങ്ങളുടെ സ്വന്തം ചോയ്സ് ആണോ അതെയോ നിങ്ങളുടെ സറൗണ്ടിങ്ങിലുള്ള കമേഴ്ഷ്യൽ ഫോഴ്സസ് ഡിക്റ്റേറ്റ് ചെയ്യുന്ന നിങ്ങളെ കൊണ്ട് ചോയ്സ് ചൂസ് ചെയ്യിപ്പിക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കിയാൽ ഇറ്റ് ഇസ് എ സെക്കൻഡ് ഓപ്ഷൻ. When you actually take the decision, your life totally changes. നിങ്ങളുടെ ലൈഫ് നിങ്ങൾ പണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു അതായിരിക്കില്ല when you actually take steroids or supplements. Correct. Absolutely. And going further, things could become irreversible also. True. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. എനിത്തിങ് വിച്ച് ഇസ് ഈവൻ സംതിങ് ബാഡ് ഹാപ്പൻസ് ടു യു, ഇഫ് ഇറ്റ്സ് ഫോർ എ ടെമ്പററി പീരിയഡ്, താൽക്കാലികമായ ഒരു കാലാവധിക്ക് വേണ്ടി മാത്രം കാണിച്ചെങ്കിൽ സഹിക്കാമെന്ന് പറയാം. പക്ഷേ പെർമനൻറ്റ് ഡാമേജ് എന്തെങ്കിലും ചെയ്യുകയാണെന്നുവെങ്കിൽ യു ഹാവ് ടു ബി എക്സ്ട്രീംലി കോഷ്യസ്. സോ ദാറ്റ് യു ഹാവ് ടു ബി വെരി വെരി ഓഫ് ഇറ്റ്. So that is what I would like to say about this. And overall capability levels you have to be always conscious. നിങ്ങളുടെ കേപ്പബിലിറ്റി വർദ്ധിക്കുന്നുണ്ടോ അതെയോ അത് കുറഞ്ഞുകൊണ്ട് പോകുകയാണോ? ബിക്കോസ് ഒരു വശത്ത് നിങ്ങളുടെ ഫിസിക്കൽ അപ്പിയറൻസും ഫിസിക്കൽ മസിൽ ബിൽഡിംഗ് ആവണം. ദാറ്റ് ഇഫ് യു വോണ്ട് ടു ടേം ഇറ്റ് എസ് കേപ്പബിലിറ്റി അത് കൂടുകയാണ്. പക്ഷേ നിങ്ങളുടെ മെൻറ്റൽ കേപ്പബിലിറ്റി കുറയുകയാണെന്നുവെച്ചെങ്കിൽ ദെൻ യു ഹാവ് ടു ബി വെരി കോൺഷ്യസ് ഓഫ് ഇറ്റ്. പിന്നെ ഓവറോൾ ഹെൽത്തിനെ പറ്റി ആക്ച്വലി സംസാരിക്കാൻ കുറേ അധികം ആഴത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ബട്ട് ഐ വുഡ് ലൈക്ക് ടു ഹിയർ യുവർ ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് മോർ ഓൺ. So another question which I had was ഇപ്പോൾ കുറേ പേര് like you said US-ലും there are people who are turning vegan or pure vegetarians. അപ്പോൾ ഫിറ്റ്നസ് ഒരു ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ പ്രോട്ടീൻ സോഴ്സസ് ആണ് മേജർ തിങ് വിച്ച് കംസ് ഇൻ ടു ദ ഡയറ്റ് റോൾ. അപ്പോൾ പ്രോട്ടീൻ സോഴ്സസ് ആക്ച്വലി ചിക്കൻ പിന്നെ നോൺ വെജിലാണ് കൂടുതൽ ദാൻ വെജ്. So can a person still follow the same diet or a same physique if at all he chooses bodybuilding? Can he still go all vegan or all vegetarian and still have the same physique? So protein source. അതെ. സോ ഇപ്പോൾ നിങ്ങളുടെ ഉദ്ദേശം ഒരു അപ്പിയറൻസ് ആണെച്ചെങ്കിൽ ഇപ്പോൾ ബോഡി ബിൽഡിങ്ങിൻ്റെ ഷോസിലൊക്കെ കാണുമ്പോൾ നമുക്ക് കാണാം അത് ബേസിക്കലി ഇറ്റ്സ് ഓൾ അബൌട്ട് അപ്പിയറൻസ്, റൈറ്റ്? കാരണം ആ ഒരു സ്പോർട്ടാണെന്ന് നമ്മൾ പറയണമെങ്കിൽ ദാറ്റ് സ്പോർട്ട് ഇസ് ഓൾ അബൌട്ട് ദ ഫിസിക്കൽ അപ്പിയറൻസ്, മസ്കുലർ. In that case, then you have to, fortunately or unfortunately, you have to depend upon high protein sources. അതെ. So അങ്ങനെ വരുമ്പോൾ പിന്നെ now what are the best protein sources? That is the next question. ഇപ്പോൾ നോൺ വെജിൽ പറയുകയാണെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ ഈവൻ if let's talk about നോൺ വെജ് ആണെന്നുവെച്ചെങ്കിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ചിക്കൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണെന്നുവെച്ചെങ്കിൽ പാർട്ട് ഓഫ് നോൺ വെജ് ഹയർ ഇൻ പ്രോട്ടീൻ ആസ് കമ്പയർഡ് ടു വെജിറ്റബിൾസ്. അങ്ങനെ ലെറ്റ് us assume to start with. now ഇപ്പോൾ ചിക്കൻ തന്നെ ഇന്നത്തെ കാലത്ത് ചിക്കൻ കഴിക്കുകയാണെന്ന് വെച്ചെങ്കിൽ ഇത് ഒരു മെയിൽ ചിക്കൻ ഒരു പൂവൻ കോഴിയുടെ ഇറച്ചിയാണോ പെടക്കോഴിയുടെ ഇറച്ചിയാണോ അതെയോ ഇത് രണ്ടും അല്ലേ? ആക്ച്വലി ഇപ്പോൾ ബ്രോയിലർ ചിക്കനാണ് ആക്ച്വലി കൂടുതലും മാർക്കറ്റിൽ സപ്ലൈ ഉള്ളത്. നൗ ബ്രോയിലർ ചിക്കനിൽ വോട്ട് ഐ കം ടു നോ അതിലൊരു മെയിൽ ആൻഡ് ഫീമെയിലിൻ്റെ ഒരു എന്താ പറയുക ഒരു ആവശ്യം വരുന്നില്ല ടു ആക്ച്വലി ക്രിയേറ്റ് എ broiler. Yeah. So it is all being manufactured. Okay. And ഇപ്പം മുട്ട ഇടുകയാണെന്നുവെച്ചെങ്കിൽ പോലും വാട്ട് ഐ അണ്ടർസ്റ്റാൻഡ് ഇസ് ഇതിൻ്റെ ഇപ്പോൾ നാച്ചുറലായിട്ട് നമ്മുടെ അടുത്തൊക്കെയുള്ള സാധാരണ ഒരു കോഴിയുടെ ഒരു മുട്ട എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞ് വരുന്നു. ഇതിൻ്റെ ഈ ഒരു കാറ്റഗറി ബ്രോയിലറിൻ്റെ ഒരു കാറ്റഗറിയിൽ വരുന്ന മുട്ട ഉണ്ടല്ലോ അതിൽ നിന്ന് ഒരു കുഞ്ഞുണ്ടാവാനുള്ള ശേഷി തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. സോ ദ കൈൻഡ് ഓഫ് ഇഞ്ചക്ഷൻസ് ആൻഡ് ഹോർമോൺസ് വിച്ച് ആർ ഇൻ ആക്ഷൻ അത് വെറും ആ ഒരു മാക്സിമം മുട്ട ഇടിപ്പിക്കുക കോഴീനെ കൊണ്ട്. നോർമൽ ഒരു സൈക്കിളിൽ അല്ല, നോർമൽ ഒരു എഗ് ലേയിങ് സൈക്കിൾ ഉണ്ടാവുമല്ലോ ഒരു ഹെന്നിൻ്റെ, അതല്ലാതെ വേറെ കംപ്ലീറ്റ്ലി ആർട്ടിഫിഷ്യലായിട്ട് നമ്മൾ അതിനെ എൻഹാൻസ് ചെയ്തിട്ട് കുറേ അധികം മുട്ട ഇടിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സംഭവം ഉണ്ടാക്കിയെടുക്കുകയാണ്. സോ ഇത്രയ്ക്കും കൂടുതൽ ഹോർമോണൽ ചേഞ്ചസ് നമ്മൾ ആ ഒരു ആനിമൽ ഓർ ബേർഡിൻ്റെ ഉള്ളിൽ നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഇറച്ചി കഴിക്കുകയാണെന്നുവെച്ചെങ്കിൽ നിങ്ങൾക്ക് അതിൽ എത്ര ബെനിഫിറ്റ് കിട്ടുന്നുണ്ടോ ഇല്ലേ അതൊരു വലിയൊരു ക്വസ്റ്റ്യൻ മാർക്കാണ്. യെസ്, എക്സാക്ട്ലി. സോ അപ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ന്യൂട്രീഷൻ വാല്യൂ ഇറ്റ്സ് എ വെരി ക്വസ്റ്റ്യനബിൾ തിങ്. ആൻഡ് അതിൻ്റെ മറുവശത്ത് അതിനോട് വരുന്ന നെഗറ്റീവ് എഫക്ട്സ്. സോ ദാറ്റ് ഇസ് അബൌട്ട് ദിസ്. ദെൻ that is where then people are going towards supplements.
പ്രോട്ടീൻ സപ്ലിമെൻറ്റ്സ്. ബിക്കോസ് ദെൻ എന്നാൽ പിന്നെ ഈ ഒരു പ്രശ്നമില്ല, നമുക്ക് സപ്ലിമെൻറ്റ്സ് തന്നെ കഴിച്ചിട്ടുണ്ട് ബൂസ്റ്റപ്പ് ചെയ്ത് തരാം. സോ ദാറ്റ് വിൽ സെർവ് ദറ്റ് പർപ്പസ് ഫോർ ദെൻ. അതുകൊണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങളുടെ പർപ്പസ് എന്താണ്? സോ നിങ്ങളുടെ പർപ്പസ് ഇപ്പോൾ വെറും ഫിസിക്കൽ മസ്കുലർ എക്സ്പീരിയൻസ് ആണെച്ചെങ്കിൽ ദെൻ മേ ബി യു മൈറ്റ് ഹാവ് ടു ഗോ ഫോർ ഇറ്റ്. ബട്ട് ആക്ച്വലി ഇസ് ഇറ്റ് യുവർ പർപ്പസ് ഓർ നോട്ട്? പിന്നെ എനി സപ്ലിമെൻറ്റ് വിൽ ഹാവ് എ സൈഡ് ഇഫക്റ്റ് ഇൻ ദ ലേറ്റർ പാർട്ട്. സോ അതിന് നിങ്ങൾ പ്രിപ്പയർഡ് ആണോ അല്ലേ? നിങ്ങൾക്ക് അത്രയ്ക്ക് അത്യാവശ്യമാണോ അത് എടുക്കാൻ വേണ്ടിയിട്ടും? ആൻഡ് ആർ യു ടേക്കിംഗ് ഇറ്റ് ആസ് എ ലോങ് ടേം പ്രൊഫഷൻ? ദെൻ ദാറ്റ് ഇസ് എ കോൾ ടു ബി ടേക്കൺ. പിന്നെ കമ്മിങ് ടു വെജിറ്റബിൾസ്, വെജിറ്റേറിയൻ ഡയറ്റിൽ ഹോർസ് ഗ്രാം, മുതിര, സോയാബീൻ ഇതുപോലത്തെ പല ഹൈ പ്രോട്ടീൻ ഇൻഗ്രീഡിയൻസ് ഉണ്ട്. പിന്നെ പ്രോട്ടീൻ നിങ്ങളുടെ ബോഡിയിൽ ഏത് ക്വാണ്ടിറ്റിയിലാണ് വേണ്ടത് അതും ഒരു ഫർദർ ക്വസ്റ്റ്യൻ ആണ്. ഡസ് ദ ബോഡി റിയലി നീഡ് ദാറ്റ് കൈൻഡ് ഓഫ് പ്രോട്ടീൻ എൻഹാൻസ്മെൻറ്റ്? ഇൻ മൈ നോളജ് ആൻഡ് എക്സ്പീരിയൻസ് നോ. ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ റൂട്ടീൻ 99% ആൾക്കാരുടെ ഒരു പെർട്ടിക്കുലർ ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊരു റൂട്ടീനാണ്. ഫോർ ദാറ്റ് കൈൻഡ് ഓഫ് ആൻ ആക്ടിവിറ്റി ലെവൽ you don't need any additional proteins as more than what you are already getting from your normal diet. So pinne dairy items കൂടി ഉണ്ട് നിങ്ങൾക്ക് ഒരു അഡീഷണൽ സപ്ലിമെൻ്റ് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഫോർ അഡീഷണൽ ദിസ് തിങ്. സോ ഐ തിങ്ക് ദാറ്റ്സ് അബൌട്ട് ഇറ്റ്. ഇപ്പോൾ വിരാട് കോഹ്ലിയുടെ കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ആക്ച്വലി വിരാട് കോഹ്ലി ഇസ് എ vegan, I understand. Vegetarian or vegan, either of it he is. So he is supposed to be one of the most fittest. He actually looks better. Yeah. After he went vegan. Ade. So maybe he might not be having a muscular built up like a Hrithik Roshan or something, or a six pack, but he is delivering the purpose, right? For the Indian cricket team. So purpose, let everything be driven by purpose. That is the conclusion on this. അപ്പോൾ സാർ ഇപ്പോൾ പറഞ്ഞ പേർപ്പസ് ആണ്. അപ്പോൾ വാട്ട് ഡസ് എ പാരന്റ് പ്ലേ എ റോൾ ഇൻ എ കിഡ്സ് ലൈഫ് ആസ് എ പേർപ്പസ്? വാട്ട് ആർ ദെയർ പേർപ്പസസ് ഓർ ദ പേർപ്പസ് ആസ് എ പാരന്റ്? അതെ. സോ ഇതിലിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പല പ്രാവശ്യം നമ്മളിപ്പോൾ യുത്തിനെ പറ്റി കുറേ സംസാരിച്ചു. പിന്നെ യുത്തിനെ പറ്റി നമ്മൾ കുറേ അഭിപ്രായങ്ങൾ പറയുന്നുണ്ട്. ഏതാ അങ്ങനെ ചെയ്യുക, അങ്ങനെ അത് ശരിയാണോ, ഇങ്ങനെ ശരിയാണോ, വാട്ട് ഇസ് ഗുഡ്, വാട്ട് ഇസ് ബാഡ്, ഓൾ ദീസ് തിങ്സ് എല്ലാം. അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ ഹെൽത്ത് is, as a kid, parents are responsible for the health of their own kids. അതെ. അപ്പോൾ ഹെൽത്ത് തുടക്കം അവിടെ നിന്നാണല്ലോ. കാരണം ഒരു കുഞ്ഞ് ജനിച്ച് വീഴുമ്പോൾ തുടക്കത്തിൽ ആൾക്ക് ആ ഒരു കുഞ്ഞ് സ്വയമായിട്ട് തീരുമാനിക്കുന്നില്ലല്ലോ. പേരൻസ് ഏത് രീതിയിൽ അതിനെ വളർത്തിയെടുക്കുന്നു ഇനീഷ്യൽ ഇയേഴ്സിൽ, ആ രീതിയിലാണ് അതിൻ്റെ ഒരു ചാനൽ ആയി വരുന്നത്. പിന്നെ ഒരു പർട്ടിക്കുലർ ഏജ് കഴിഞ്ഞിട്ടാണ് മാത്രമാണ് കിഡ് സ്വയമായിട്ട് തീരുമാനങ്ങൾ എടുക്കാൻ നോക്കുന്നുള്ളൂ. സോ പാരന്റിങ് പ്ലേസ് എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഹിയർ, റൈറ്റ്? സോ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ ഇപ്പോൾ ഞാൻ സ്വയമായിട്ടൊരു പാരന്റ് കൂടിയാണ്. അപ്പോൾ ആ ഒരു ബോധത്തോടു കൂടി തന്നെയാണ് ഞാൻ സംസാരിക്കുന്നതും ആൻഡ് ടേക്കിംഗ് റെസ്പോൺസിബിലിറ്റി ഓൺ ദാറ്റ്. സോ പേരൻസിന് ആദ്യം ബോധം വേണം അല്ലാതെ. സോ ഞാൻ ആസ് എ പാരന്റ് ഐ വിൽ ജസ്റ്റ് ടോക്ക് അബൌട്ട് മീ. വേറെ പാരൻസിനെ പറ്റിയൊന്നും പറയുന്നില്ല, എന്നെ പറ്റി തന്നെ പറയാമല്ലോ. സോ ഐ മേക്ക് എൻഷുറിങ്, ഞാൻ എൻഷുർ ചെയ്യുന്നുണ്ടോ അത് ഞാൻ ഇന്നെ ഒരു കുഞ്ഞിനെ കുറിച്ച് കറക്റ്റ് ഡിസിഷൻസ് ആണ് എടുക്കുന്നത്, അതോ ഞാനും കൂടിയും ഈ പറഞ്ഞ മാർക്കറ്റ് ഫോഴ്സസും കമേഴ്ഷ്യൽ ഫോഴ്സസിന് ഞാൻ കൂടിയും ഇര ആയിക്കൊണ്ടിരിക്കുകയാണോ? അപ്പോൾ ഇപ്പോൾ കുറേ ചിപ്സ് കമ്പനീസ് ഉണ്ട്, ഫ്രൈഡ് തിങ്സ് വിൽക്കുന്ന കമ്പനീസ് ഉണ്ട്. ഞാനും എൻ്റെ കുഞ്ഞിനെ അതൊക്കെ തന്നെയാണ് പഠിച്ചു കൊടുക്കാൻ പോകുന്നത്, അതെയോ ആം ഐ ടേക്കിംഗ് മോർ കോൺഷ്യസ് റെസ്പോൺസിബിൾ ഡിസിഷൻ എടുക്കുന്നുണ്ടോ? ബിക്കോസ് ഇതൊക്കെ ഈസിയാണ്, ഇതൊക്കെ ഓവർ ദ ഷെൽഫ് പഠിക്കാൻ പറ്റുന്ന ഐറ്റംസ് ആണ്. യു ഗോ ടു സൂപ്പർ മാർക്കറ്റ് ആൻഡ് ജസ്റ്റ് ബൈ ഇറ്റ് ഓവർ ദ ഷെൽഫ് ആൻഡ് മാർക്കറ്റ് ഫോഴ്സസ് ഹാവ് ഡൺ ദിയർ ജോബ് ഇൻ ജനറേറ്റിംഗ് ഇനഫ് ഇൻട്രസ്റ്റ് അമംഗ് ദ കിഡ്സ്. അപ്പോൾ അവരത് കൺസ്യൂം ചെയ്യുന്നതും നിങ്ങൾക്ക് ആസ് എ പാരന്റ് വരും അത് സൂപ്പർ മാർക്കറ്റിന്റെ സ്റ്റോറിൽ നിന്ന് എടുത്തിട്ട് കുട്ടിയുടെ അടുത്തേക്ക് എത്തിച്ചു കൊടുക്കുക മാത്രമേ വേണ്ടൂ. അപ്പോൾ നിങ്ങളുടെ വർക്ക് ഫിനിഷ് ആയെന്നാണ് നിങ്ങളുടെ വിചാരം. സോ ഡു യു ബിലീവ് ദാറ്റ് capability actually plays a role in purpose? Because if a poor guy ഒരു ഇല്ലാത്ത കുറച്ച് ഇതില്ലാത്ത ആൾക്കാർ they don't have the capability to buy a kid Lay's അല്ലെങ്കിൽ KFC അല്ലെങ്കിൽ whatever. So do you think they are more healthier? അല്ല ഞാൻ പറയാം, അവിടെ ഒരു വേറൊരു ആംഗിൾ ഉണ്ട് അതിന്. അതെന്താണെന്ന് വെച്ചെങ്കിൽ the large FMCG companies who are actually producing all these, they are very smart. അവർക്ക് ആ ഒരു കാറ്റഗറിക്ക് വേണ്ടിയിട്ട് they are having the mini packs. സോ അവർ അക്രോസ് ദ ബോർഡ് അവർക്ക് അറിയാം എവിടെയാണ് മാർക്കറ്റ് ഉള്ളത്. സോ അവരെല്ലാവരും അഡ്രസ് ചെയ്യുന്നുണ്ട്. സോ ഐ എം ജസ്റ്റ് ടേണിംഗ് അറൗണ്ട് ദ പോയിന്റ് വിച്ച് യു ജസ്റ്റ് മെൻഷൻഡ്. പക്ഷേ നിങ്ങളുടെ ക്വസ്റ്റ്യൻ ഐ അണ്ടർസ്റ്റാൻഡ്. സോ അതിൽ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ജങ്ക് ഫുഡ് ആയല്ലോ. സോ
ജങ്ക് ഫുഡ് നോർമലി ഇപ്പോൾ ഒരു പുവർ പേഴ്സൺ സപ്പോസ് ഇപ്പോൾ ഒരു മേ ബി ഇപ്പോൾ സത്യം പറഞ്ഞു പണ്ടത്തെ പോലത്തെ പോവർട്ടി ഒന്നും ഇപ്പോൾ ഇന്ത്യയിൽ ഇല്ല ശരിക്കും പറഞ്ഞു. ഇപ്പോൾ നിങ്ങളിപ്പോൾ അൺഎംപ്ലോയ്ഡ് ആണ്, നിങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനില്ലെങ്കിൽ ഇപ്പോൾ പ്രൈം മിനിസ്റ്റേഴ്സ് സ്കീം നടന്നുകൊണ്ടിരിക്കുന്ന കൊറോണ സമയത്ത് തുടങ്ങിയ മുതൽ 80 crore ആൾക്കാർക്ക് ഭക്ഷണം ഫ്രീയിൽ എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ വേർ വി ലിവ് ഇൻ ടുഡേ. ബിക്കോസ് ഇന്നിപ്പോൾ ഇന്ത്യയിൽ ഫുഡ് ഗ്രെയിൻസും സർപ്ലസ് ആണ്. പണ്ടൊരു കാലം ഉണ്ടായിരുന്നു 1960s വി വർ ഹാവിങ് ഷോർട്ടേജ്. അന്ന് വീട്ടിൽ നമുക്ക് US നിന്നൊക്കെ ഇമ്പോർട്ട് ചെയ്യേണ്ടി വന്നായിരുന്നു. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഇന്ത്യ ഇസ് എ നെറ്റ് എക്സ്പോർട്ടിങ് കൺട്രി. അപ്പോൾ അങ്ങനെ ഒരു ദാരിദ്ര്യം ഇല്ല സത്യത്തിൽ. ഒരു കണക്കിന് വാട്ട് യു മൈറ്റ് നോട്ട് ഹാവ് ഇസ് ആക്സസ് ടു സൂപ്പർ മാർക്കറ്റ്സ്. So if you are in the hinterlands of India, which is extremely rural places, അവിടെ നിങ്ങൾക്ക് ചിലപ്പോൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റോർ ഉണ്ടാവില്ല ചിലപ്പോൾ. അത് മാത്രമേ ബുദ്ധിമുട്ടുള്ളൂ. അല്ലാതെ മേടിക്കാനുള്ള ശേഷിയില്ലാത്തത് സത്യം പറഞ്ഞാൽ ഇന്ന് മേ ബി some interior areas of Chhattisgarh, Naxal prone areas, or maybe Attapadi, or maybe some very less few places are left where people are having genuinely very deep poverty, where they are not able to afford things. അല്ലെങ്കിൽ ഈ all these companies, they are well smart. അവർ എല്ലാത്തിനും different sachet types അവർ പാക്കേജ് കറക്റ്റായിട്ട് ചെയ്തിട്ട് വളരെ ലോ പ്രൈസിൽ ഹ്യൂജ് വോളിയൂംസ് സ്കെയിൽ അപ്പ് ചെയ്തിട്ട് നന്നായിട്ട് എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നുണ്ട്. സോ ദാറ്റ് ഇസ് ദ ബ്രില്യൻസ് ഓഫ് ദം. സോ യു കാൻറ്റ് ബ്ലെയിം ദം ഫോർ ദാറ്റ്. ദേ ആർ ഇൻ ടു ബിസിനസ്, ദേ ആർ ഹിയർ ഫോർ ബിസിനസ്. That's their purpose. That is their purpose. Absolutely. You just said it. So അതുകൊണ്ട് ഒരിക്കലും നമുക്ക് അവരെ എന്താ പറയുക, അവരെ പറ്റിയിട്ട് ഒരു ഇങ്ങനെ ചീത്ത രീതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ ആർ ഫുൾഫില്ലിങ് ദെയർ പർപ്പസ്. അവർ ഓക്കെ, നമുക്കിപ്പോൾ പണ്ടത്തെ നമ്മളൊരു കാസ്റ്റ് കാറ്റഗറി ഉണ്ടായിരുന്നില്ല. കാസ്റ്റ് അല്ല, ആക്ച്വലി വർണ്ണ എന്ന് പറയും. കാസ്റ്റ് ആൻഡ് വർണ്ണ സാഗൻ ഡിഫറെൻറ്റ്. വർണ്ണ കാറ്റഗറിയിൽ അവർ വൈശ്യ പറഞ്ഞാൽ പീപ്പിൾ ആർ ഡൂയിങ് ബിസിനസ്. ദേ ആർ ഇൻ ടു ബിസിനസ്, ദേ ആർ ഡെലിവറിങ് വാട്ട് ഇസ് ദ ഗോൾ ഓഫ് ദ ബിസിനസ്. യു ഹാവ് ടു ഡിസൈഡ് വാട്ട് യു വാണ്ട്. ഒരാൾ നിങ്ങൾ ഫോഴ്സ് ചെയ്യിപ്പിക്കുന്നില്ലല്ലോ ഇന്ന് കഴിക്കുന്നുണ്ട്. ആൻഡ് ടു ഇംപ്രൂവ് ദ സെയിൽസ് ഓഫ് ദർ ബിസിനസ്, ദേ ആർ ഡൂയിങ് അഡിക്വേറ്റ് മാർക്കറ്റിംഗ്. ദാറ്റ് ഇസ് ഓൾസോ പാർട്ട് ഓഫ് ദ ബിസിനസ് ഓൺലി. കാരണം ആ ഒരു ബിസിനസ് ത്രൈവ് ആകുമ്പോഴാണ് അവിടെ ഒരു 10,000 ആൾക്കാർ ജോലി ചെയ്യുന്നുണ്ടാവും. അവർക്കുള്ള ജീവിതമാർഗവും അവരുടെ ഫാമിലീസിനുള്ള ജീവിതമാർഗവും അതൊക്കെ അതിലൂടെയാണല്ലോ ഉണ്ടായി വരുന്നത്. സോ വി കാൻറ്റ് ബ്ലെയിം ദം, ബട്ട് യു ഹാവ് ടു ബ്ലെയിം യുവർ സെൽഫ് വെയർ ഇഫ് യു ആർ ടേക്കിംഗ് എ റോങ് ഡിസിഷൻ. കാരണം എന്താ വെച്ചെങ്കിൽ, സി ദ ബിസിനസ് പീപ്പിൾ വിൽ ബി പ്രൊമോട്ടിംഗ് തിങ്സ് വിച്ച് യു വിൽ ആസ്ക് ഫോർ. ഇപ്പോൾ അത്യാവശ്യം ഇപ്പോൾ ഒരു ഓർഗാനിക്കിന് ഒരു ട്രെൻഡ് വന്നു തുടങ്ങിയല്ലോ, ഓർഗാനിക് ഫുഡ്സിൻ്റെ ഒക്കെ. ഓർഗാനിക് ഫുഡ്സിന് ട്രെൻഡ് വന്നതോട് കൂടിയിട്ട് അത്യാവശ്യം ബിസിനസ്മെൻ ഓർഗാനിക്കിലേക്കും they are now selling organic stuff. So the way the market will behave, the way the people will demand, business people are willing to fulfill that. അത്രേ ഉള്ളൂ. സോ ഇഫ് യു വാണ്ട് സംതിങ് വെരി ഈസി ഓവർ ദ ഷെൽഫ്, നിങ്ങൾക്ക് പോയിട്ട് ഒരു പാക്കേജ് മേടിച്ചിട്ടാണ് വീട്ടിൽ കുട്ടിക്ക് കൊടുക്കണമെന്ന് അങ്ങനെയാണ് നിങ്ങൾ തീരുമാനിച്ചെങ്കിൽ ദേ വിൽ മേക്ക് ഇറ്റ് അവൈലബിൾ ഫോർ യു. അതെ, സിമ്പിൾ. അപ്പോൾ റീച്ച് ചെയ്യാൻ പറ്റും അവർ നോക്കും. സോ ദാറ്റ് ഇസ് വെയർ റെസ്പോൺസിബിൾ പാരന്റിംഗ് ഇസ് സോ ഇമ്പോർട്ടന്റ്. സോ നൗ കമ്മിങ് ഡൗൺ ടു more matured level of a matured state in a kid's life. Correct. They go into teens. So what is the purpose of a teen or a youth in general? So teen is a very interesting phase. Teen is a very interesting phase. Like teen avanekka mumbu, the child is extremely dependent on the parents. Okay, both physically and mentally. What actually happens in the phase of a teen is that our phase mentally they are not dependent on the parents. And physically they are still dependent. പക്ഷെ മെന്റലി ഡിപെൻഡന്റ് അല്ലാത്തതിനെ കൊണ്ട് അവർ വിചാരിക്കണം ഇനിയിപ്പോൾ ഒരാളുടെ ആവശ്യമില്ല. ദേ ഫീൽ ഇൻഡിപെൻഡന്റ്. അതൊരു ഫീലിംഗ് മാത്രമേ ഉള്ളൂ ആക്ച്വലി. സോ അപ്പോൾ എനിക്കിപ്പോൾ ഒരാളുടെ ആവശ്യമില്ല, ഞാൻ തീരുമാനിക്കും വാട്ട് ഇസ് ഗുഡ് ഫോർ മീ. ഐ ഡോണ്ട് വോണ്ട് ടു ലിസൺ. സോ അതൊരു റിബലിയൻ ടൈപ്പ് ഒരു പീരീഡ് ആണ് അത് ആക്ച്വലി ടീനിൽ. സോ ആ ഒരു ടൈം പീരീഡ് ആണ് കുറച്ച് കൂടുതൽ സൂക്ഷിക്കേണ്ടതും. അറ്റ് ദ സെയിം ടൈം ദാറ്റ് ഇസ് ദ പീരീഡ് വെൻ ദ parent should become like a more of a friend. Okay. അതെ. ബിക്കോസ് ദാറ്റ് ഇസ് ദ ഫേസ്. അതിന് മുമ്പ് ഇങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ പേരന്റ് എപ്പോഴും അങ്ങോട്ടാണ് കൂടുതൽ സംസാരിക്കുന്നത്. അത് ഇത് ചെയ്യേ ആൻഡ് ദ ചൈൽഡ് ടെൻഡ്സ് ടു ലിസൺ ടു യു. കാരണം ഒന്നില്ലെങ്കിൽ നിങ്ങൾക്ക് രണ്ടെണ്ണം കൊടുത്തു കഴിഞ്ഞാൽ കുട്ടി അങ്ങോട്ട് കേട്ടോളും. ബട്ട് നൗ ദ ചൈൽഡ് ഇസ് ഗ്രോയിങ് അപ്പ്. നൗ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടിക്ക് ഇങ്ങനെ ഫിസിക്കലി ഒന്നും ഹാം ചെയ്യാനും തോന്നുന്നില്ല, പറ്റില്ല. അതെ, നിങ്ങളുടെ ഡോമിനൻസ് ലെവൽ കുറയും ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് പഴയ നിങ്ങളുടെ ഒരു പ്രതാപം വീട്ടിൽ കുട്ടിയുടെ അടുത്ത് കാണിക്കാൻ പറ്റില്ല. പിന്നെ കുട്ടി റിയാക്ട് ചെയ്യും വലിയ രീതിയിൽ ആൻഡ് ബിക്കംസ് ക്രാങ്കി ആൻഡ് മൈറ്റ് ക്രിയേറ്റ് ലൗഡ് നോയ്സ് ആൻഡ് ഓൾ. അപ്പോൾ അത് പഴയ ടൂൾസ് യു കാൺട്ട് യൂസ് എനിമോർ. ആൻഡ് ദാറ്റ് ഇസ് ദ ഫേസ് വെയർ ഒരു ഫ്രണ്ട്ലി റിലേഷനിലേക്കാണ് പോകുന്നത് പേരന്റ് ഇൻ ദ ടീൻ ഫേസ്. അപ്പോഴേ എന്തെങ്കിലും ഒരു പാർട്ട്ണർഷിപ്പ് ടൈപ്പ് നടക്കുള്ളൂ. കാരണം കുട്ടിയുടെയും ആഗ്രഹങ്ങളും ഉദ്ദേശങ്ങളും ആൻഡ് വാട്ട് ഇസ് ഇൻ ദിയർ മൈൻഡ് അത് അത്യാവശ്യം ഒരു മാറ്റം വരും ആ സമയത്ത്. സോ പേരന്റ് ഷുഡ് ബി വെരി കോൺഷ്യസ്.
So they should maintain, the purpose would be to maintaining a healthy relationship with their kids when they are in the teens. It should be based more on understanding. അതായത് and the parent should now start listening more. True. ടീനിൻ്റെ മുന്നത്തെ ഫേസിൽ പേരൻറ്റ് ക്യാൻ സ്പീക്ക് മോർ, ചൈൽഡ് ഇസ് എക്സ്പെക്ടഡ് ടു ലിസൺ. ടീൻ ഫേസിൽ ടീനാണ് കൂടുതൽ സംസാരിക്കാൻ പോകുന്നതും പേരൻറ്റ് ലിസൺ ചെയ്യണം. ആ ലിസണിങ് ആറ്റിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ തന്നെ ടീൻ വിൽ കാം ഡൗൺ. സം പീപ്പിൾ ആർ ലിസണിങ് ടു മീ എന്നൊക്കെ കാണുമ്പോൾ. പക്ഷെ പേരൻറ്റ്സ് ഹാവ് ടു മേക്ക് ദംസെൽവ്സ് കേപ്പബിൾ ഫോർ ദാറ്റ്. ഈ പേരൻറ്റ്സ് ആക്ച്വലി അവരവരുടെ ലൈഫിൻ്റെ പേഴ്സണൽ പ്രോബ്ലമിൽ തന്നെ ഫുൾ ടൈം ബിസി ആണെച്ചെങ്കിൽ അവർക്ക് കുട്ടികളുടെ അടുത്തേക്ക് ശ്രദ്ധിക്കാൻ നേരമില്ലെങ്കിൽ ഇല്ലാന്നുണ്ടെങ്കിൽ, കാരണം ആ ഒരു ഫേസിൽ എസ്പെഷ്യലി ശ്രദ്ധയാണ് ഏറ്റവും വലിയ ഗിഫ്റ്റ് നിങ്ങൾക്ക് കുട്ടിക്ക് കൊടുക്കാൻ പറ്റുന്നത്, നിങ്ങളുടെ ശ്രദ്ധ. ഓക്കെ, കാരണം നോട്ട് ബിക്കോസ് ആ സമയത്തൊക്കെ എങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ പേരൻറ്റ്സ് ഇപ്പോൾ ഇന്നത്തെ കാലത്ത് പേരൻറ്റ്സ് ഹസ്ബൻഡ് വൈഫ് രണ്ടുപേരും വർക്കിംഗ് ആണെച്ചെങ്കിൽ ഫിനാൻഷ്യലി ദേ ആർ ഓക്കെ, ദേ ക്യാൻ മാനേജ്, ദേ ക്യാൻ ഫുൾഫിൽ ഓൾ ദ നീഡ്സ്. അപ്പോൾ പലർക്കും ഒരു തെറ്റിദ്ധാരണ ഉണ്ട് പല പേരൻസിനും, അത് ആ ഫിനാൻഷ്യൽ നീഡ്സ് നമ്മൾ ഫുൾഫിൽ ചെയ്യുകയാണെച്ചെങ്കിൽ നമ്മുടെ റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ കഴിഞ്ഞു. നോ 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 ദാറ്റ് ഇസ് ഹാർഡ്ലി, ഐ വുഡ് സേ ഞാൻ അങ്ങോട്ട് 20% വെയിറ്റേജ് കൊടുക്കുള്ളൂ. നിങ്ങളുടെ ആക്ച്വൽ തിങ് ഒബ്സർവേഷൻ ആണ്. ഹൗ വെൽ യു ആർ ഏബിൾ ടു ഒബ്സർവ്, എത്രകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ട് കുട്ടികളെ, ആൻഡ് എത്രകൊണ്ട് നിങ്ങൾക്ക് കേൾക്കാനുള്ള ശേഷി ഉണ്ട് അവരെന്തൊക്കെ പറയണത്, പിന്നെ അതിനൊരു പരിഹാരം നിങ്ങൾക്കായിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നുണ്ടോ. സോ പേഷ്യൻറ്റ് ലിസണിങ് ഇസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് തിങ്. ആൻഡ് അവർക്ക് കുട്ടികൾക്ക് തോന്നും വേണം അത് പേരൻസിന് അത് മനസ്സിലാക്കാനുള്ള ശേഷിയുണ്ട്, അതുണ്ടെങ്കിൽ മാത്രമേ അവർ പറയുള്ളൂ. അല്ലെങ്കിൽ പല കുട്ടികളും സംസാരിക്കില്ല വീട്ടിൽ ടീനാവുമ്പോൾ. ദേ ഫീൽ ദാറ്റ് ഇവരോട് സംസാരിച്ചിട്ട് കാര്യമില്ല. Nowadays actually parents lack patience. Correct. To listen to their kids. അതെ ടീനിൻ്റെ ഒരു ഇമ്പേഷ്യൻസിനേക്കാളും കൂടുതലാണ് പേരൻസ് ഇമ്പേഷ്യൻസ്. സോ അതുകൊണ്ട് ദാറ്റ് ഇസ് വെയർ ദ ടീൻ ഫേസ് കംസ്. ആൻഡ് ദെൻ ഒരു 21 കഴിഞ്ഞാൽ ആക്ച്വലി ഒരു ഈവൻ ആസ് പെർ ദ യോഗിക് സയൻസ് ഓൾസോ ഒരു റിമാർക്കബിൾ ഏജ് ആണ് ആക്ച്വലി. അത് കഴിഞ്ഞാലല്ലേ പേരൻറ്റിൻ്റെ ഇൻഫ്ലുവൻസ് വളരെയധികം കുറയും ഓവറോൾ. അതായത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഇങ്ങോട്ടല്ലേ ചൈൽഡ് ഇസ് ആക്ച്വലി ബിക്കമിങ് ഇൻഡിപെൻഡൻറ്റ് ഇൻ ഓൾ റെസ്പെക്ട്സ്. സോ ഒരു കൈൻഡ് ഓഫ് ഡിസ്കണക്ഷൻ വരും ഒരു പാരൻറ്റും ഒരു ചൈൽഡിൻ്റെ ഇടയിൽ, ഒരു കൈൻഡ് ഓഫ് ഡിസ്കഷൻ. നൗ ദ ചൈൽഡ് ഇസ് നൗ ഓൾമോസ്റ്റ് ഓൺ ഇറ്റ്സ് ഓൺ നോ. അപ്പോൾ പിന്നെ നിങ്ങൾക്ക് ഒരു ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് ടീച്ചിങ് നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊക്കെ അതിന് മുന്നേ നടക്കുമല്ലോ. അത് കഴിഞ്ഞ് ഒരു ഇൻസ്ട്രക്ഷൻ ബേസ്ഡ് നടക്കില്ല. അത് മാത്രമല്ല, why do you even want to give instructions as such? What is your role as a parent is to bring about clarity within the child. Show the way. Again, no. Again, I would rather say, don't even show the way. I would say, bring about clarity so that they can see their way. Okay. They choose their way by their own. കാരണം നിങ്ങൾക്ക് എപ്പോഴും അവരൊപ്പം ഉണ്ടാവാൻ പറ്റില്ല. നൗ നേരത്തെ ഫുൾ ടൈം നിങ്ങൾ ഒരുമിച്ചായിരുന്നു എപ്പോഴും. നൗ ആഫ്റ്റർ ദ ടീൻ ഫേസ് ദെൻ സ്ലോലി വേറെ പുറത്ത് പഠിക്കാൻ പോയി എന്തെങ്കിലുമൊക്കെ അങ്ങനെ ഡ്യൂ ടു സം ഓഫ് ദി അതർ റീസൺ യു വിൽ ബി ഓൾവേസ് നോട്ട് ഓൾവേസ് വിത്ത് ദം. അപ്പോൾ യു കാൻ കീപ് ബീങ് ദം വിത്ത് ദം ടു ഷോ ദ വേ. അവിടെയാണ് യു ഹാവ് ടു ബ്രിങ് അബൌട്ട് ക്ലാരിറ്റി സോ ദാറ്റ് ദേ ക്യാൻ സീ ദ വേ. Even in the animal kingdom, once the mother grows their kids up, she just leaves them to find their own path. Yes. അതങ്ങനെ തന്നെയാണ്. സോ പിന്നെ ഹ്യൂമൻ ബീങ്ങിൻ്റെ ഒരു മൊത്തത്തിൽ ലൈഫ് സൈക്കിൾ ഇസ് ഡിഫറെൻറ്റ് ആസ് കമ്പയർ ടു ആനിമൽ. നമ്മുടെ ഒരു 100 years പ്ലസിൻ്റെ ലൈഫ് സൈക്കിളാണ്, അവരുടെ 16 years 12 years അങ്ങനത്തെ ലൈഫ് സൈക്കിളാണ്. സോ ദേ സ്റ്റാർട്ട് ഓൺ ദെയർ ഓൺ മെച്യൂർലി. പിന്നെ നമ്മുടെ സത്യം പറഞ്ഞാൽ ഹ്യൂമൻ ആസ് എ സ്പീഷീസ് നമ്മുടെ സോഷ്യൽ ലൈഫ് ഇസ് മച്ച് മോർ കോംപ്ലിക്കേറ്റഡ് ദാൻ ആൻ ആനിമൽ. ആനിമലിൻ്റെ സോഷ്യൽ ലൈഫ് ഇസ് വെരി സെറ്റ്. കാരണം അവരിങ്ങനെ ഡ്രാസ്റ്റിക് ഡിസിഷൻസ് എടുക്കില്ല. അവർ വയറ് നിറഞ്ഞാൽ പിന്നെ വീണ്ടും പോയി ഹണ്ട് ചെയ്യില്ല. നമുക്ക് എത്ര വയർ ഫുൾ ആണെന്ന് നമുക്ക് വീണ്ടും വി വോണ്ട് മോർ ആൻഡ് മോർ, വി വോണ്ട് ടു സ്റ്റാക്ക് അപ്പ് ദ വെയർ ഹൗസ്. എക്സാക്ട്ലി. സോ ഇപ്പോൾ ലയൺ ഒരു അടുത്ത 2 മാസം ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് 10 ഡിയറിന് ഇന്ന് കൊന്നു വയ്ക്കില്ല. ഓക്കെ, സോ ഇറ്റ് ഇസ് ഓൾ ആറ്റ് ആക്ച്വൽസ്. സോ അതുകൊണ്ട് their lives are much more less complicated. നമ്മുടെ ലൈഫ് ഇസ് മോർ കോംപ്ലിക്കേറ്റഡ്. So now coming back to purpose, as we were discussing, ഒരു ഇന്ത്യയിലത്തെ പാരൻസിൻ്റെയും പേർപ്പസ് അല്ലെങ്കിൽ US പാരൻസിന് സെയിം ആയിരിക്കും? ദ പേർപ്പസ് ഓഫ് എൻ ഇന്ത്യൻ പാരൻറ്റ് വുഡ് ഇറ്റ് ബി സെയിം ആസ് എ US പാരൻറ്റ്? Yeah, that's quite a binary. So see, as a parent, കാരണം എന്താ, because the environment changes. So life is life. Okay. So human species are also human species. Whichever geography you are. India ayalo, America ayalo. Now only thing is social context വ്യത്യാസമുണ്ട്. പിന്നെ
അതുവരെയുള്ള ഒരു കാലാവധി ഒരു കാലഘട്ടം എങ്ങനെയായിരുന്നു ആ ഒരു ടിൽ ദറ്റ് പോയിന്റ്. ഫോർ എക്സാമ്പിൾ നിങ്ങളൊരു സാഹചര്യത്തിലാണ്, ഇഫ് യു ആർ എ പാരന്റ്, യു ഹാവ് എ ചൈൽഡ്, ബിഫോർ യു ലാസ്റ്റ് 30-40 ഇയേഴ്സിൽ എന്തൊക്കെ നടന്നിട്ടുണ്ട് ആ ഒരു സോഷ്യൽ സർക്കിളിൽ. ബിക്കോസ് ദ തോട്ട് പ്രോസസ് ദാറ്റ് സെറ്റ്സ് ദ ട്രെൻഡ്. യുഎസിലെ തോട്ട് പ്രോസസ് ഇസ് നോട്ട് ദ സെയിം ആസ് എ പാരന്റ് ഇൻ ഇന്ത്യ. യാ, they are still looking after their kids. So അത് പറഞ്ഞപ്പോൾ there's a one interesting statistic. An interesting statistic in US, what it says is that 3 communities ആണ് അവിടെ US-ൽ who would like to finance their children's education, even higher education. Okay, അത് ഒന്ന് ഇന്ത്യൻസ്, രണ്ടാമത്തെ ചൈനീസ്, മൂന്നാമത്തെ ജ്യൂസ്. ഓക്കെ സോ ആൻഡ് ആക്ച്വലി നോക്കുകയാണെന്ന് വെച്ചാൽ ഈ 3 കമ്മ്യൂണിറ്റീസാണ് ഏറ്റവും മുന്നോട്ട് നിൽക്കുന്നത് അവിടെ. അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഉണ്ട്. ജൂസിൻ്റെ ഇപ്പോൾ ജൂ ആസ് എ കമ്മ്യൂണിറ്റി, ഇഫ് യു സി ആസ് എ കൺട്രി ഇറ്റ് ഇസ് ഇസ്രായേൽ, ദാറ്റ് ഇസ് ദ ഹോം കൺട്രി ഫോർ ഓൾ ജൂസ്, ദാറ്റ് ഇസ് ഹൗ ദേ സേ, ബിക്കോസ് ദ ലോങ് ഹിസ്റ്ററി ബിഫോർ ദാറ്റ് ഓഫ് പെർസിക്യൂഷൻ. Why Israel, a small country, gets so much of support from US? Because the Jewish community in US is extremely powerful. And why? Because the parent-kid relationship is there. അതേപോലെ ചൈനീസും they are number 2 or number 1 almost now in the world on 2 different parameters. ഒന്നിൽ number 2 ആണ്, ഒന്നിൽ number 1 ആണ്. On purchasing power parity, if you see, I think they are number 1 now already. And otherwise on GDP they are number 2. Number 1, number 2 either way. And അവിടെയും ആ പാരൻറ്റ് ചൈൽഡ് റിലേഷൻഷിപ്പ് ആൻഡ് പാരൻറ്റ്സ് വില്ലിംഗ് ടു ഇൻവെസ്റ്റ് ദംസെൽസ് ഇൻ ദ ചൈൽഡ്സ് ഫ്യൂച്ചർ. സോ ഇപ്പോൾ അമേരിക്കയിൽ ദ സീൻ വിച്ച് വി ഹാവ് സോ മെനി യൂത്ത് ഗോയിങ് ഇൻ ടു ഡ്രഗ് ഡീലിംഗ് ആൻഡ് ടേക്കിംഗ് ഡ്രഗ്സ് ആൻഡ് ഓൾ. സോ പേരൻസിൻ്റെയും ഒരു പേർപ്പസ് അവിടെ മാറാണ്, അതിൻ്റെ കാരണമായിരിക്കും. അതെ. സോ ഐ വുഡ് സേ ഇറ്റ് സ്റ്റാർട്ട്സ് ഫ്രം ദർ. ബിക്കോസ് എന്താണെന്ന് വെച്ചെങ്കിൽ സി ഈ സ്വാതന്ത്ര്യം എന്നൊരു വാക്ക് അതിപ്പോൾ US-ലായാലും ഇന്ത്യയിലായാലും നമുക്ക് എല്ലാവർക്കും സ്വാതന്ത്ര്യം വളരെയധികം വിലപ്പെട്ടതാണ്. കാരണം ഇന്ത്യയിൽ അത്യാവശ്യം ഒരു സ്ട്രഗിൾ കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യം നേടി, അതായത് പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം 1947. അതേപോലെ തന്നെ അമേരിക്കയിലും അവർക്ക് അവരുടെ ഒരു ധാരണ 1776 അന്നവർക്കും പൊളിറ്റിക്കൽ സ്വാതന്ത്ര്യം നേടിയിരുന്നു. പിന്നെ അമേരിക്കയിൽ കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആയിരുന്നു ഇന്ത്യയെക്കാളും. ഇന്ത്യയിൽ പിന്നെ എന്താ വെച്ചാൽ ഒരു ഫോർ എക്സാമ്പിൾ ലേഡീസിനുള്ള സ്വാതന്ത്ര്യം കൾച്ചറലി അതൊരു വിഷയമല്ല ഒന്നും. പണ്ട് മുതൽ നമ്മുടെ കൾച്ചർ എന്താ വെച്ചാൽ നമ്മൾ ഗോഡസ് ഇസ് മോർ ഇമ്പോർട്ടൻറ്റ് ഫോർ us. ദേവിയാണ് വലിയ, നമുക്ക് ഏറ്റവും ഉയർന്ന സ്ഥാനത്ത് നമ്മൾ ദേവിനെയാണ് എത്തുന്നത്. പിന്നെ ഇഷ്ടംപോലെ ക്വീൻസ് ഉണ്ടായിട്ടുണ്ട്, ഭരിക്കുന്ന സ്ട്രോങ് ക്വീൻസ് ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ. സോ ഇന്ത്യയിൽ വുമൻ എംപവർമെൻറ്റ് ആൻഡ് ഓൾ ഇതൊന്നും സത്യം പറഞ്ഞാൽ ഇന്ത്യയിൽ ഒരു ഒറിജിനൽ ഇഷ്യൂസ് അല്ല. ഇതൊരു ലാസ്റ്റ് 200 years കയറി വന്ന ഇഷ്യൂസ് ആണ് ആക്ച്വലി. അതിന് മുന്നേ അതൊരു ചോദ്യമേ അല്ല ആക്ച്വലി. വുമൻ ആർ ഓൾവേസ് അറ്റ് പാർ ഓർ ഈവൻ മേ ബി. പക്ഷേ അമേരിക്കയിൽ വുമന് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണോ വേണ്ടുന്നത് ഈ അടുത്ത കാലത്ത് ഒരു 100 years മുന്നെയാണ് അവർ തീരുമാനം എടുത്തത്. അതിന് മുന്നേ വോട്ടിംഗ് റൈറ്റ്സ് ഉണ്ടായിരുന്നില്ല. സോ ദാറ്റ് ഇസ് ദെയർ സ്സോഷ്യൽ സ്ട്രക്ചർ. നമ്മുടെ ഇവിടെ ഇന്ത്യയിൽ ഇൻഡിപെൻഡൻസ് കിട്ടിയപ്പോൾ വുമന് വോട്ടിംഗ് റൈറ്റ്സ് കൊടുക്കണോ വേണ്ടത് അങ്ങനത്തെ ഒരു ഡിസ്കഷൻ പോലും ഇല്ല. ബിക്കോസ് വി ഡോണ്ട് സീ എനി സെൻസ് ഇൻ ദാറ്റ്. അതും നമുക്ക് തോന്നുന്നു അന്ന് ഇന്ത്യയിൽ പോവർട്ടി കൂടുതലായിരുന്നു, ഇന്ത്യയിൽ സെൻസിബിൾ പീപ്പിൾ അധികം ഉണ്ടായിരുന്നില്ല. എന്നിട്ട് പോലും നമുക്ക് ഇതൊരു വിഷയമേ അല്ല. ബിക്കോസ് ഓൾ ത്രൂ ഔട്ട് വുമൻ ഹാവ് ബീൻ ഓൾവേസ് ഈക്വൽ കോൺട്രിബ്യൂട്ടേഴ്സ്. സോ ഐ എം സെയിങ് ഇതൊരു മിക്സ്ഡ് ബാഗേജ് ആണ് അമേരിക്ക എന്ന് പറയുന്നത്. ഒരു വശത്ത് വൈ ഹാസ് മെൻഷൻ സ്വാതന്ത്ര്യം. സോ വുമന് ഇപ്പോൾ വോട്ടിംഗ് റൈറ്റ്സ് കിട്ടുമ്പോൾ അപ്പോഴാണ് അപ്പോൾ വുമൻ ഒരു അടുത്ത ലെവൽ ഓഫ് സ്വാതന്ത്ര്യത്തിലേക്ക് കയറി പോകണം. അതിന് മുന്നേ വോട്ടിങ്ങിൻ്റെ സ്വാതന്ത്ര്യം ഇല്ല അവർക്ക്. യാ സോ അവർക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് അവരുടെ സ്വാതന്ത്ര്യം കിട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അതിൻ്റെ മുന്നേ റിലീജിയസ് പെർസിക്യൂഷൻ വളരെ കൂടുതൽ. അതായത് റിലിജൻ ഇസ് ഡിക്റ്റേറ്റിംഗ് ടു മച്ച്. പണ്ട് യൂറോപ്പിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ ദ ചർച്ച് ഇസ് സൂപ്പർസീഡിങ് ഓവർ ദ കിങ്. സോ അന്ന് ആ ഒരു ഇതിൽ നിന്ന് സ്വാതന്ത്ര്യം കിട്ടുന്ന ആൾക്കാർക്ക് വലിയൊരു സ്വാതന്ത്ര്യമായിരുന്നു. ഓക്കെ, അതുകൊണ്ടാണ് വി ആർ ടോക്കിംഗ് മോർ അബൌട്ട് ഫർദർ ഡെപ്ത് ടോപ്പിക്സ്. അതായത് ഇപ്പോൾ സെക്യുലറിസം എന്ന് പറയുന്നത് ഒറിജിനൽ ഡെഫിനിഷൻ സെക്യുലറിസം എന്താണെന്ന് വെച്ചാൽ ദ ചർച്ച് ഷുഡ് നോട്ട് ഇന്റർഫിയർ വിത്ത് ദ അഫയേഴ്സ് ഓഫ് ദ കൺട്രി. ദ റിലിജൻ ഷുഡ് ബി സെപ്പറേറ്റ് അതർ ദാൻ ആസ് കമ്പയർഡ് ടു ദ അഫയേഴ്സ് ഓഫ് ദി കൺട്രി. ബിക്കോസ് കാരണം പണ്ട് അത്രയും ഇന്റർഫിയറൻസ് ഉണ്ടായിരുന്നു. ആൻഡ് ഇറ്റ് വാസ് ആക്ച്വലി ബീങ് ഇന്റർഫിയറൻസ് മോർ ദാൻ സപ്പോർട്ടിങ്. അതായത് സ്പിരിച്വൽ ബോഡീസ് ഓർ റിലീജിയസ് ബോഡീസ് ക്യാൻ ഓൾവേസ് കോംപ്ലിമെന്റ്. കാരണം ഇപ്പോൾ ഇന്ത്യയുടെ ഹിസ്റ്ററി നോക്കുകയാണെന്ന് വെച്ചെങ്കിൽ എന്നും കിങ്ങിൻ്റെ ഒപ്പം ഒരു രാജഗുരു ഉണ്ടാവും. But decision is by the king. He will always consult the Rajguru. What is to be done. അപ്പോൾ സപ്പോർട്ടിങ് റോൾ യു ക്യാൻ ഓൾവേസ് പ്ലേ. പക്ഷേ ഡോമിനേറ്റിംഗ് റോൾ ആകുമ്പോൾ പിന്നെ ദെൻ അത് തരം മാറി. പിന്നെ അതും ഒരു ഫെയ്ത്ത് സിസ്റ്റം, ഫെയ്ത്ത് ഇസ് ഡോമിനേറ്റിംഗ് റൈറ്റ്.
ട്രൂ. സോ ഫെയ്ത്ത് ഡൊമിനൻ്റ് ആകുമ്പോൾ അതെപ്പോഴും ക്വസ്റ്റ്യനബിൾ അല്ലേ, മൈ ഫെയ്ത്ത് വേഴ്സസ് യുവർ ഫെയ്ത്ത് മൈൻഡ് അങ്ങനെയാവുമല്ലോ. പിന്നെ സോ ദിസ് ഇസ് വാട്ട് ഐ ബിലീവ്, നിങ്ങളുടെ ബിലീഫ് വേറെ എൻ്റെ ബിലീഫ് വേറെ, അപ്പോൾ അതൊരു കോംപ്ലിക്കേറ്റഡ് സിറ്റുവേഷൻ ആണ്. സോ ഇതിൽ നിന്നൊക്കെ ആൾക്കാർക്ക് സ്വാതന്ത്ര്യം നേടിയത് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പാണ് ഇൻ ദ വെസ്റ്റ്. അപ്പോൾ അതുകൊണ്ട് സ്വാതന്ത്ര്യത്തിന് അവർ വളരെയധികം സീരിയസ്ലി എടുത്തിട്ടുണ്ട്. ഓക്കെ, വിച്ച് ഇസ് ഗുഡ്. സ്വാതന്ത്ര്യം നമ്മുടെ വളരെ വിലപ്പെട്ട ഒരു സാധനമാണ്. പക്ഷേ എന്താണെന്ന് വെച്ചെങ്കിൽ ഇതൊക്കെ ഇതിൻ്റെ റൂട്ട് ഐ എം ജസ്റ്റ് ട്രേസിങ് ബാക്ക് ഇൻ ടു ഹിസ്റ്ററി ഹൗ ദിസ് കറണ്ട് സിറ്റുവേഷൻ ഹസ് കം. അതുകൊണ്ട് ഇപ്പോൾ സ്വാതന്ത്ര്യം ഇത്രയ്ക്കും ബുദ്ധിമുട്ടി നേടിയെടുത്ത കാരണം ഇനിയിപ്പോൾ എനിക്ക് ഈ സ്വാതന്ത്ര്യം എല്ലാ രീതിയിലും എല്ലായിടത്തും എനിക്ക് ആവർത്തിക്കണം. സോ ഇപ്പോൾ കുട്ടി ജനിച്ചിട്ടുണ്ടെങ്കിലും എൻ്റെ സ്വാതന്ത്ര്യം വേണ്ടതാണ്. കുട്ടിയുടെ വേഗം ഇൻഡിപെൻഡൻ്റ് ആയിക്കോട്ടെ, 15 വയസ്സാകുമ്പോഴേക്കും ലെറ്റ് ഹിം ഡു സം ഓഡ് ജോബ്സ് ആൻഡ് മേക്ക് സം മണി ഫോർ ഹിസ് പോക്കറ്റ് മണി. അതിൻ്റെ എഡ്യൂക്കേഷൻ ഞാനൊരു ഇന്ന ഏജ് വരെ ഞാൻ സ്പോൺസർ ചെയ്യാം ആസ് എ പാരൻറ്റ്. ആഫ്റ്റർ ദാറ്റ് ഹയർ എഡ്യൂക്കേഷൻ ആളുകളുടെ കാര്യം നോക്കട്ടെ. എനിക്കിൻ്റെ സ്വാതന്ത്ര്യം, എനിക്കും എൻ്റെ ലൈഫ് കൂടി ഇല്ലേ. അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റ് വരുമ്പോൾ ദാറ്റ് ഇസ് ആക്ച്വലി കോൺട്രഡിക്ടറി ടു ദ റോൾസ് ഓഫ് എ പാരൻറ്റ്. ബിക്കോസ് എങ്ങനെ പറഞ്ഞാലും 21 ഏജ് വരെ നിങ്ങൾക്കൊരു ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ട് കുട്ടിയുടെ കേസിൽ. യോർ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ടേംസ് ഓഫ് ടൈം ഓൾസോ. ഓക്കെ, ടൈം ആൻഡ് അറ്റൻഷൻ. മണി വെച്ചെങ്കിൽ വിഷയമല്ല എന്ന്. ടൈം ആൻഡ് അറ്റൻഷൻ ഐ എം സെയിങ്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് നിങ്ങൾ അറ്റൻറ്റീവ് ആയിരിക്കണം 21 ഇയേഴ്സ് വരെ മിനിമം ആയിട്ട്. അത് അവിടെ മിസ്സിങ് ആയതുകൊണ്ട് ആൻഡ് പീപ്പിൾ മോർ ഫോക്കസ്ഡ് ഓൺ സെൽഫ് സെൻറ്റർഡ്, നിങ്ങളുടെ ഓൺ ഇൻഡിപെൻഡൻസ്, നിങ്ങളുടെ ലൈഫ് ആൻഡ് യു കൺസിഡറിങ് യുവർ ലൈഫ് ടു ബി ഡിഫറെൻറ്റ് ദാൻ ദ ചൈൽഡ്സ് ലൈഫ് ആഫ്റ്റർ സർട്ടൻ ഏജ്. ഒരു ടോഡ്ലർ ആയിരിക്കുന്ന സമയത്ത് ഒരു 6 വയസ്സ്, അപ്പോൾ അതുവരെ ആ കുട്ടി ഈസ് വെരി മച്ച് പാർട്ട് ഓഫ് യുവർ തിങ്. അത് കഴിഞ്ഞിട്ട് പിന്നെ ആ കുട്ടി പതുക്കെ നിങ്ങൾക്ക് തന്നെ അങ്ങനെ ഒരു ഉദ്ദേശങ്ങളില്ല. അത് ബിക്കോസ് ദാറ്റ് ഇസ് ഹൗ യു ദ കൾച്ചർ ദർ ഹാസ് ഇവോൾവ്ഡ്. ദാറ്റ് ഇസ് വൈ ഇതൊക്കെ നോർമലായി വരണം, ഈ ഡ്രഗ്സ് കൺസംഷനും കാര്യങ്ങളൊക്കെ. ബിക്കോസ് എന്താണെന്ന് വെച്ചെങ്കിൽ സി ലാർജർ കോണ്ടെക്സ്റ്റിൽ 2 കാര്യങ്ങൾ മാത്രമല്ലോ, 2 ഓപ്ഷൻസ് ഉള്ളൂ ആക്ച്വലി ജീവിതത്തിൽ. ബിക്കോസ് നിങ്ങൾക്ക് ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ഒരു നോർമൽ സോഷ്യൽ ലൈഫ് മാറിയിട്ട് നിങ്ങൾക്ക് ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ അതിൽ 2 വഴികളാണ്. ഒന്നാണ് സ്പിരിച്വാലിറ്റി, രണ്ടാമത്താണ് സ്പിരിറ്റ്. ഓക്കെ, സോ ലാർജർ കോണ്ടെക്സ്റ്റിലേക്ക് പോകണമെങ്കിൽ ഈ 2 വഴികളുള്ളൂ. സോ നിങ്ങൾക്ക് സ്പിരിച്വാലിറ്റിയുടെ നിങ്ങൾക്ക് എക്സ്പോഷർ ഇല്ലെങ്കിൽ ദെൻ യു വിൽ എൻഡ് അപ്പ് ഇൻ സ്പിരിറ്റ്. ആൻഡ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ദ മോസ്റ്റ് പ്രിവലൻറ്റ് വൺ വിച്ച് ഇസ് ബാക്ക്ഡ് അപ്പ് വെരി വെൽ ബൈ ദ കമേഴ്ഷ്യൽ ഫോഴ്സസ്. ഇപ്പോൾ കേരളത്തിൻ്റെ കണ്ടീഷൻ നോക്കിക്കോളൂ, വൈ ടോക്ക് US, കേരളത്തിൻ്റെ കണ്ടീഷൻ നോക്കി. ഇന്ന് ആൽക്കഹോൾ, കേരള സ്റ്റേറ്റ് ബെവറേജസ് കോർപ്പറേഷൻ ഉണ്ടല്ലോ. സോ ആൽക്കഹോൾ ഇന്ന് കിട്ടുന്ന റവന്യൂ ഒരു 2 വർഷം മുന്നേ ഞാൻ നോക്കിയപ്പോൾ 15,000 crores ആയിരുന്നു കേരള സ്റ്റേറ്റിന് കിട്ടുന്നത്. നൗ മച്ച് മോർ മേ ബി. സോ ആൽക്കഹോൾ ഇസ് കോംപ്ലിമെൻറ്റിങ് ദ സ്റ്റേറ്റ്സ് റവന്യൂസ്. സോ അങ്ങനത്തെ നിങ്ങളുടെ സിസ്റ്റം ഇപ്പം അങ്ങനെയാണെന്ന് വെച്ചെങ്കിൽ വേർ യു ഹാവ് ടു ഡിപ്പെൻഡ്, സ്റ്റേറ്റ് ഓൾസോ ഹാസ് ടു ഡിപ്പെൻഡ് ഓൺ ആൽക്കഹോൾ ടു റൺ ഇറ്റ്സ് ഓൺ മെഷീനറി. ദെൻ അതൊരു സിറ്റുവേഷൻ ഇസ് ബിറ്റ് വറിങ്. അപ്പോൾ പിന്നെ ഇൻഡിവിജ്വൽ പേരൻസിന് മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ദ പൊളിറ്റിക്കൽ എൻവയറമെൻറ്റ് ഓൾസോ. പിന്നെ കേരളം മാത്രം എടുത്ത് പറയാമല്ലോ കേട്ടോ, ഇന്ത്യയിലെ പല സ്റ്റേറ്റ്സിനും കേസ് ഇങ്ങനെയൊക്കെ തന്നെയാണ് കേട്ടോ. ആൽക്കഹോൾ വലിയൊരു പാർട്ടാണ് റവന്യൂയുടെ. സോ യാ, ബട്ട് അതുകൊണ്ട് ഇപ്പോൾ ഗവൺമെൻറ്റ്സ് ഒരു ചെറുതായിട്ട് അവയർനെസ് ക്യാമ്പയിൻസ് ഒക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അത് ആൽക്കഹോൾ കൺസംഷൻ ഇസ് ബാഡ് ഓർ വാട്ട് എവർ, ബട്ട് ദേ നോ ദാറ്റ് ഇഫ് ആൽക്കഹോൾ കൺസംഷൻ ഇസ് ഗോയിങ് അവേ ദെൻ റവന്യൂയുടെ വലിയൊരു ഭാഗം പോയില്ലേ. So their purpose is just to collect money for the government because they have expenses no. ഗവൺമെൻറ്റിന് അവിടെ കുറ്റപ്പെടുത്തി പറയാറില്ല ആക്ച്വലി. കാരണം ഗവൺമെൻറ്റിന് ബഡ്ജറ്റ് അടിക്കുമ്പോൾ ഫിസ്ക്കൽ പ്രൂഡൻസ് ഉണ്ടല്ലോ, അതായത് യുവർ ഇൻകം സോഴ്സസ് വേഴ്സസ് യുവർ എക്സ്പെൻസസ് രണ്ടും മാച്ചായി പോകണ്ടേ. എക്സ്പെൻസസിന് വലിയൊരു ലിസ്റ്റ് ഉണ്ട്. കാരണം അടുത്ത ഇലക്ഷൻ ജയിക്കണമെങ്കിൽ ഈ ചെലവ് ചെയ്തേ പറ്റില്ലല്ലോ. യു നീഡ് ടു ഡു സംതിങ് ഓൺ ദ ഡെവലപ്മെൻറ്റ് പാർട്ട്, യു നീഡ് ടു കീപ് പേയിങ് സാലറീസ് ടു ദി ഗവൺമെൻറ് എംപ്ലോയീസ്. പിന്നെ ഓവറോൾ ഹെൽത്ത് ഹോസ്പിറ്റൽസിനെല്ലാം ചിലവ്, അതായത് ടീച്ചിങ് സ്റ്റാഫ്, അതൊക്കെ എല്ലാത്തിനും ചിലവ് വഹിക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ഇൻകം കൂടി വേണം. അല്ലെങ്കിൽ നെക്സ്റ്റ് ദിസ് ഇസ് യുവർ ലാസ്റ്റ് ഇലക്ഷൻ, യു വിൽ ബി ലോസ്റ്റ് നെക്സ്റ്റ് ടൈം. അപ്പോൾ ഇൻകം വേണം. സോ ഇൻകം എവിടെ നിന്ന് കിട്ടുന്നത് വെച്ചാൽ അതും ഫാസ്റ്റ്. 5 വർഷം കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യാൻ പറ്റില്ല. യു നീഡ് ടുഡേ. സോ ദെൻ ആൽക്കഹോൾ ഇസ് വെരി ഈസി സോഴ്സ്, റൈറ്റ്? ബിക്കോസ് ദാറ്റ് ഇസ് വാട്ട് ഇസ് ബീങ് കൺസ്യൂം ടുഡേ. ഇപ്പോൾ ആൽക്കഹോൾ അല്ലാന്നുണ്ടെങ്കിൽ വാട്ട് നെക്സ്റ്റ്? വാട്ട് എൽസ്? ഫ്രം വാട്ട് അതർ സോഴ്സ് ക്യാൻ യു ഗെറ്റ് ദാറ്റ് ഇൻകം? അവിടെയാണ് വിഷയം വരുന്നത്. സോ മൊത്തത്തിൽ സെൻസ് ഓഫ് പർപ്പസ്, ബീറ്റ് ഇൻ ദ പൊളിറ്റിക്കൽ ക്ലാസ്, ബീറ്റ് ഇൻ ദി ആക്ച്വലി റിലീജിയസ് ബോഡീസ് ക്യാൻ ഓൾസോ പ്ലേ എ വെരി ഗുഡ് റോൾ ഇൻ ദിസ്. കാരണം റിലീജിയസ് ബോഡീസിൻ്റെ പലരുടെയും ലൈഫിൽ കുറേ വലിയ ഇൻഫ്ലുവൻസ് ഉണ്ട്, അറ്റ്ലീസ്റ്റ് ഇൻ ഇന്ത്യ. അപ്പോൾ അവിടെ അവരൊരു കോൺഷ്യസ് ആയിട്ടൊരു നല്ല രീതിയിലൊരു അവേക്കനിങ് കൊണ്ടുവരാൻ പറ്റുകയാണെന്ന് വെച്ചെങ്കിൽ ഇറ്റ് ഇസ് ഗ്രേറ്റ്. ദെൻ ദീസ് പ്രോബ്ലംസ് ക്യാൻ ബി അഡ്രസ്ഡ്.
കാരണം ഈ ഡ്രഗ് പ്രോബ്ലം എന്നൊക്കെ പറയുന്നത് യു എസിലൊക്കെ ഇതൊക്കെ അതിനൊരു സിമ്പിൾ സൊല്യൂഷൻ ഇല്ല ആക്ച്വലി. ബിക്കോസ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്പിരിറ്റ് ആൻഡ് സ്പിരിച്വാലിറ്റി ആർ ദി ടു ഓപ്ഷൻസ്. സ്പിരിച്വാലിറ്റി നിങ്ങൾക്ക് ലൈഫിൽ ഇല്ലെന്നുണ്ടെങ്കിൽ യു വിൽ ഗോ ടു ദി സ്പിരിറ്റ്. Now spirituality and religion are totally different, okay? Religion is more actually of blind believing. യാഥാർത്ഥ്യം എന്തെന്ന് തിരിച്ചറിയാൻ പറ്റുന്നില്ല. Therefore you rely on some book, what is written in the book, and you want to follow that. So അതെ. സോ അതുകൊണ്ട് വെസ്റ്റിൽ കാണാൻ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ റിലീജിയസ് ബിലീഫ്സിലും ആൾക്കാർ ഇപ്പോൾ അധികം ഇൻട്രസ്റ്റ് എടുക്കുന്നില്ല. കുറേ പേര് ദേ ആർ ഡിക്ലെയറിംഗ് ദംസെൽസ് ആസ് നൗ എത്തിസ്റ്റ്സ്. അത് സംഭവിക്കുന്നുണ്ട്. ജർമ്മനിയിൽ എൻ്റെ ഫ്രണ്ട് ഉണ്ട്, ആൾ കഴിഞ്ഞ ദിവസം പറഞ്ഞത് അത് അവിടെ ഇപ്പോൾ നിങ്ങൾ ചർച്ചിലേക്ക് പോകുകയാണെന്ന് വെച്ചെങ്കിൽ യു ഹാവ് ടു ഡിക്ലെയർ യുവർ സെൽഫ് in your returns, income tax returns, that you are a church going person because only you will be taxed for the maintenance of the church. Why to collect tax from everybody for that? So you declare, then you will have an additional thing to pay. അപ്പോൾ ദാറ്റ് ഇസ് അങ്ങനെയാണ് ഇപ്പോൾ നടക്കുന്നത്. സോ ബിക്കോസ് ഈ സ്വാതന്ത്ര്യം ഇൻഡിപെൻഡൻസും ആൾക്കാർക്ക് വിലപ്പെട്ടതാണ്. ബട്ട് നൗ ഹൗ ടു യൂസ് ഇറ്റ്, വെദർ യു ആർ ആക്ച്വലി യൂസിങ് ഇറ്റ് ഫോർ യുവർ ഓൺ ബെനിഫിറ്റ്, അതെയോ നിങ്ങൾ നല്ല രീതിയിൽ അതിനെ യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ അതിൻ്റെ ഇഫക്റ്റ് ടോട്ടലി നെഗറ്റീവായിട്ടാണ് വരുന്നത് വെച്ചെങ്കിൽ അതൊരു ചോദ്യമാണ്. So now coming back to purpose, we talked about the parents' purpose, purpose of the kid. Now moving on to their 20s, അവരുടെ purpose മാറും. അപ്പോൾ അത് എന്തായിരിക്കും? Correct. So now I'll answer this 20+ purpose by giving an example of a 50+ purpose. Okay. ഇപ്പോൾ ഒരു 50+ അവിടെ ആളാണെന്നുവെച്ചെങ്കിൽ ആളുടെ പർപ്പസ് എന്താവാൻ പറ്റും? ബിക്കോസ് ഇപ്പോൾ 50 or 60, ഐ എം ടോക്കിംഗ് അബൌട്ട് ബേസിക്കലി ഓൾഡ് ഏജ്. ഞാൻ പറഞ്ഞ ഓൾഡ് ഏജ്. ഒരു ഓൾഡ് ഏജിൽ നിങ്ങൾക്ക് നെസസറി അവയർനെസ് ഉണ്ടെങ്കിൽ, തിരിച്ചറിവുണ്ട് കാര്യങ്ങളുടെ, പക്ഷേ നിങ്ങളുടെ ബോഡിക്ക് ശേഷിയില്ല. You have time but not energy. എക്സാക്ട്ലി. കാരണം അപ്പോൾ എന്താ വെച്ചാൽ ജോലി നിങ്ങളുടെ ഏകദേശം തീർന്നിട്ടുണ്ടാവും, പ്രൊഫഷണൽ ലൈഫ്. അപ്പോൾ ടൈം നിങ്ങളുടെ കയ്യിലുണ്ട് പക്ഷേ എനർജി ഇല്ല. പൈസ ഉണ്ട് കേട്ടോ, അക്കൗണ്ടിൽ പൈസ ആയിട്ടുണ്ടാവും, ബിക്കോസ് യു ഹാവ് വർക്ക് ഫോർ ദിസ് ലോങ്. ചിലവുകളൊക്കെ കഴിഞ്ഞു, ഇനിയിപ്പോൾ നിങ്ങൾക്ക് യു ഹാവ് ഗോട്ട് സഫിഷ്യൻറ്റ് ബാങ്ക് ബാലൻസ് ബട്ട് നോ എനർജി. അപ്പോൾ അന്ന് നിങ്ങൾ നിങ്ങളുടെ ലൈഫിൽ സ്വയമായിട്ട് വലിയൊരു പർപ്പസ് തീരുമാനിക്കുകയാണെന്ന് വെച്ചെങ്കിൽ പോലും നിങ്ങൾക്ക് അതിനുള്ള എനർജി ഇല്ല. ഇൻ വാട്ട് ഏജ് ബ്രാക്കറ്റ് ഡു യു ഹാവ് ദറ്റ് എനർജി? That is where we come to age 20s. So you have time, you have energy. ടൈം എനർജി ഉണ്ട്. പൈസ തിരി ഓർമ്മ ഉണ്ടാവും ചിലപ്പോൾ, പക്ഷേ ടൈം എനർജി ടോപ്പിലാണ്. ഓക്കെ. സോ നിങ്ങൾ ഈ ഒരു ബ്രാക്കറ്റിന്, നിങ്ങളുടെ ആ ഒരു ഏജ് ബ്രാക്കറ്റിനെ നിങ്ങൾ എങ്ങനെ ഉപയോഗപ്പെടുത്തുന്നു, ദാറ്റ് ഡിറ്റർമിൻസ് നോട്ട് ജസ്റ്റ് യുവർ ഫ്യൂച്ചർ ബട്ട് ദ എൻറ്റയർ നേഷൻസ് ഫ്യൂച്ചർ. ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെന്ന് വെച്ചെങ്കിൽ, ഒരു 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി. അതിൻ്റെ മുന്നേ നമുക്ക് കുറേ പേര് അതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇൻഫാക്ട് അതിൻ്റെ മുന്നേ ഒരു 1920 1947 ഇടയിലാണ് ഒരു വലിയൊരു ശ്രമം നടന്നത്. ഓഫ് കോഴ്സ് അതിൻ്റെ മുന്നേ ചെറിയ ശ്രമങ്ങൾ നടന്നിട്ടുണ്ട്. 1857 റെവല്യൂഷൻ ഉണ്ടായി. അത് കഴിഞ്ഞിട്ടും പിന്നെ ചില എപ്പിസോഡ്സ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ലാർജ് സ്കെയിൽ 1920 കഴിഞ്ഞിട്ടാണ് പിന്നെ സീരിയസ് ആയിട്ട് നടന്നത്. ഡ്യൂറിങ് ദ സെയിം ടൈം റെവല്യൂഷണറീസ് ഭഗത് സിംഗും രാജ്ഗുരും ഇവരൊക്കെ അന്ന് കോളേജ് സ്റ്റുഡൻസ് ആണ്. ഓക്കെ. സോ അവർക്ക് അന്നൊരു സെൻസ് ഓഫ് പർപ്പസ് വന്നു. അത് ഈ ഒരു സിറ്റുവേഷൻ ചേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മളായിട്ട് തന്നെ ഇറങ്ങണം. സോ സാവർക്കർ വാസ് ദർ. സാവർക്കർ അന്ന് അതിൻ്റെ മുന്നേ UK പോയി ലോ പഠിച്ചു. ആൻഡ് അവിടെ ആക്ടിവിറ്റീസ് സ്റ്റാർട്ട് ചെയ്തു UK. ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെ ഓവർത്രോ ചെയ്യാൻ ആൾ പറഞ്ഞു, ഞാൻ അവരുടെ നാട്ടിൽ പോയിട്ട് അവിടെ നിന്ന് ഞാൻ പരിപാടി തുടങ്ങും. സോ ദാറ്റ് ഇസ് ഹൗ ഹി സ്റ്റാർട്ടഡ്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഓൾ ദിസ് ഭഗത് സിംഗ് ആൻഡ് എവരിബഡി, മദൻലാൽ ഡിംഗ്ര, കുതിരം ബോസ്, ഇവരൊക്കെ ചെറുപ്പക്കാർ, 18 years 19 years. ആ ഒരു ഏജിൽ വരുന്ന തിരിച്ചറിവും സെൻസ് ഓഫ് പർപ്പസ്. കാരണം എന്താ വെച്ചാൽ അതിൻ്റെ മുന്നേ 250 വർഷമാണ് ബ്രിട്ടീഷുകാർ നമ്മൾ ഭരിച്ചത്. 250 വർഷം ഭരിക്കുന്ന പറഞ്ഞാൽ മോർ ദാൻ 10 generations. റൈറ്റ്. സോ ഇത്ര ഒരു നീണ്ട കാലഘട്ടം അവർ നമ്മൾ ഭരിക്കുകയാണെന്ന് വെച്ചെങ്കിൽ യു ആർ ഓട്ടോമാറ്റിക്കലി തിങ്കിങ് ദാറ്റ് ഇതാ നിങ്ങളുടെ വിധിയും നിങ്ങളുടെ ലൈഫും ഇപ്പോൾ ഇങ്ങനെ തന്നെയാണെന്ന്. കാരണം ഫസ്റ്റ് 2 generations ഫൈറ്റ് ചെയ്യും, രജിസ്റ്റർ ചെയ്യും. പിന്നെ ചാണക്യ പണ്ട് പറഞ്ഞിട്ടുണ്ട്, അത് ആദ്യം നിങ്ങളെ ആക്രമിക്കാൻ വരുന്ന ആൾക്കാരെ നിങ്ങൾ ആദ്യം ഫൈറ്റ് ചെയ്യും, നിങ്ങളെ ഡിഫെൻഡ് ചെയ്യാൻ നോക്കും. കുറച്ച് കഴിഞ്ഞിട്ട് അവർ നിങ്ങളെ കീഴടക്കി കഴിഞ്ഞാൽ അവരുടെ രീതികളൊക്കെ നിങ്ങൾ അഡോപ്റ്റ് ചെയ്യും. കാരണം നിങ്ങളുടെ കാഴ്ചപ്പാടിൽ അതാണ് പവർഫുൾ. ആരാണ് പവർഫുൾ അത് നമുക്ക് ഫോളോ ചെയ്യാം. സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. സോ ഇറ്റ് ഇസ് ലൈക്ക് ഓൾമോസ്റ്റ്
ഗോൺ കേസ്. അതെ അതെ ആ സമയത്താണ് ആ ഒരു 250 വർഷം വരെ ഭരിച്ചിട്ട് ആ ഒരു കംപ്ലീറ്റ്ലി ഹോപ്പ്ലെസ് സിറ്റുവേഷനാണ്. ആ ഒരു ഹോപ്പ്ലെസ് സിറ്റുവേഷനെ തിരിച്ച് കംപ്ലീറ്റ് അട്ടിമറിച്ചെടുത്തത് യൂത്താണ്. യൂത്തിന് സെൻസ് ഓഫ് പർപ്പസ് ആണ്. ഇപ്പോൾ ഞങ്ങളായിട്ട് നിന്ന് ഇറങ്ങേണ്ടി വരും. അപ്പോൾ ഈ കോളേജ് ഗോയിങ് സ്റ്റുഡൻസിൻ്റെ ഒരു ജസ്റ്റ് ഇമാജിൻ അവരുടെ ഒരു ലാർജർ ദാൻ ലൈഫ് കാഴ്ചപ്പാട്. പിന്നെ ഒരു ഇൻഡിസ്ക്രിമിനേറ്റ് ആയിട്ട് വെറുതെ കുറേ ആൾക്കാരെ പിടിച്ച് കൊല്ലുക, അതോ വലിയൊരു ഐ മീൻ ജസ്റ്റ് പ്ലെയിൻ വയലൻസ് അങ്ങനെയൊന്നുമല്ല. വളരെ ഡെപ്ത്. ഭഗത് സിംഗിൻ്റെയൊക്കെ തോട്ട് പ്രോസസ്സ് കാണാൻ വെച്ചെങ്കിൽ ഒരു 60 years ആളുടെ ഒരു മെച്ചോറിറ്റി ആൾക്ക് അന്നുണ്ട്. വിസ്ഡം. സോ ഇറ്റ് ഇസ് ഡ്രിവൻ ബൈ വിസ്ഡം ഓൾസോ. കാരണം എന്ന് വെച്ചാൽ ആളൊരു അവിഡ് റീഡർ ആയിരുന്നു. ഹി വാസ് അവിഡ് റീഡർ. കുറേ വായിക്കാറുണ്ട് കോളേജിലുള്ളപ്പോൾ. അത് ഭഗത് സിംഗിൻ്റെ പഴയ കഥകളൊക്കെ കണ്ടാൽ അറിയാം. അത് ആൾ ഫുൾ ടൈം ലൈബ്രറിയിലാണ്. സോ അതെ. അപ്പോൾ സോ ഹീസ് ഗെറ്റിംഗ് ക്ലാരിറ്റി ഓവർ ഹിസ് പർപ്പസ്. അതായത് ഒരു പാത്രത്തിൽ നമ്മൾ കുറേ വെള്ളം നിറച്ച് വെച്ചിട്ടുണ്ട്. അതിൽ മണ്ണും കലക്കിയിട്ടുണ്ട്. അതിങ്ങനെ കലങ്ങിയ വെള്ളമാണ് ആക്ച്വലി. ആ കലങ്ങിയ വെള്ളം കുറച്ച് കഴിഞ്ഞാൽ വെറുതെ വെച്ചാൽ ഇങ്ങനെ സെറ്റിലായി വരില്ലേ. പിന്നെ അവസാനം വെള്ളവും മണ്ണും വേർതിരിഞ്ഞ് വരും. സോ ആ ഒരു പീരീഡ് ഉണ്ടല്ലോ, for the mud to settle and for the water to come into clarity. ആ ഒരു പീരീഡ്, that transition period every youth should go through. Because എന്താണ് വെച്ചെങ്കിൽ ടൈം കൊടുക്കേണ്ടി വരും. എക്സാക്ട്ലി. ഈ പറയുന്ന ക്ലാരിറ്റി എന്ന് പറയുന്നത് അതിങ്ങനെ ജസ്റ്റ് ഒരു ക്ലിക്ക് ഓഫ് ദ ബട്ടണിൽ കിട്ടുന്ന കാര്യമല്ല അത്. സോറി, ലൈഫിനൊരു സ്പാൻ ഉണ്ട് ആൻഡ് ദർ ആർ സർട്ടൻ തിങ്സ് വിച്ച് ഹാസ് ടു ബി ഗിവൻ ദറ്റ് ടൈം. പണ്ടത്തെ ഗുരുകുൽ സിസ്റ്റമിലൊക്കെ ദാറ്റ് ടൈം ഇസ് ദാറ്റ് ഇസ് ദ പർപ്പസ് ആക്ച്വലി. അവിടുത്തെ നിങ്ങളുടെ ഓരോരുത്തരുടെ കഴിവുകൾ എന്താണ് അത് തിരിച്ചറിയുക ഗുരുവിൻ്റെ ജോലി. ആൻഡ് അതിനെ പിന്നെ എങ്ങനെ എൻഹാൻസ് ചെയ്തെടുക്കാൻ പറ്റും, ആളെ ആ ഒരു മേഖലയിൽ എങ്ങനെ എക്സ്പോർട്ടാക്കി എടുക്കാൻ പറ്റും. Okay. So do you believe that youth can achieve all three aspects, like you said, money, energy and time, if he has his purposes right? Absolutely. അതേ ഉള്ളൂ. കാരണം സെൻസ് ഓഫ് പർപ്പസ് എത്ര കൊണ്ട് നിങ്ങൾ ടൈം കൊടുത്തിട്ട് നിങ്ങൾ അതിനെക്കുറിച്ച് നിങ്ങൾ ക്ലാരിറ്റി ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട്. സോ ഇഫ് യു തിങ്ക് ദാറ്റ്, അത് നേരത്തെ ഞാൻ പറയുന്നത്, നിങ്ങളുടെ പർപ്പസ് ആക്ച്വലി ഓരോ മാസം കൂടുമ്പോൾ മാറിക്കൊണ്ടിരിക്കുക വെച്ചാൽ അത് പർപ്പസ് അല്ല. അപ്പോൾ അതെ. ആൻഡ് പർപ്പസ് ഷുഡ് ബി ആസ് വൈഡ് ആസ് പോസിബിൾ. കാരണം നിങ്ങൾക്ക് ഒരു തിരിച്ചറിവ് വരേണ്ടതാണ്. അതായത് നിങ്ങളിപ്പോൾ ഒരു ഭൂമിയിൽ ജീവിച്ചുകൊണ്ടിരിക്കുക വെച്ചെങ്കിൽ നിങ്ങളുടേതെന്ന് പറയുന്നത് എന്താണ്. ഇപ്പോൾ യു തിങ്ക് ഇപ്പോൾ ഈ പറയുന്നത് എൻ്റെ ഒരു ബോഡി ഇതാണ് എൻ്റെത്, ബാക്കി ഐ ഗോട്ട് നത്തിങ് ടു ഡു വിത്ത് എനിത്തിങ് എൽസ്. അതൊരു തെറ്റിദ്ധാരണയാണ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ശ്വാസം വലിക്കണമെങ്കിൽ തന്നെ ഏതൊരു മരം അവിടെ നിന്നിട്ട് ഓക്സിജൻ കൊടുക്കുന്ന കാരണമല്ല നിങ്ങൾക്ക് ശ്വാസം തന്നെ വലിക്കാൻ പറ്റുന്നത്. സോ അത്രയുള്ള നിങ്ങളുടെ വാല്യൂ. അതായത് ഒരു ഇത്രയ്ക്ക് സിമ്പിൾ ഒരു ഓക്സിജന് വേണ്ടിയിട്ട് പോലും നിങ്ങൾ യു ആർ ഡിപെൻഡൻറ്റ് ഓൺ സംതിങ് എൽസ് വിച്ച് ഇസ് നോട്ട് യു ഡോണ്ട് ഈവൻ കൺസിഡർ ഇറ്റ് ടു ബി ആൻ എൻറ്റിറ്റി. അതിനൊരു ഒപ്പീനിയൻ ഇല്ല. ഒരു അങ്ങനത്തെ ഒരു ലൈഫ് ഫോമാണ് ഈ ഒരു ട്രീ. അതിൻ്റെ നിങ്ങൾ ആക്ച്വലി അതിൻ്റെ കാൽ കീഴിലാണ് സത്യം പറഞ്ഞു. അത് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ജീവിതം പോലും ഇല്ലല്ലോ. അത്രയ്ക്കും നിങ്ങൾ ഡിപ്പെൻഡൻ്റ് ആണ്. പറഞ്ഞു വരുന്നത് നിങ്ങൾ അത്രയ്ക്കും ഡിപ്പെൻഡൻ്റ് ആണ് ആക്ച്വലി. സോ അത് നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തേ പറ്റില്ലോ. കാരണം യുത്തിൻ്റെ ഫേസിൽ ഒരു തെറ്റിദ്ധാരണ ഉള്ളത് പലർക്കും എന്താ വെച്ചാൽ ഞാൻ ലോകം കീഴടക്കാൻ പോവാണ്, I am the king of the world. But if reality can sink into you at an early age, that so ഒരു എക്സാമ്പിൾ comes to my mind now when I'm saying this is നമ്മുടെ തൃശ്ശൂരിൻ്റെ അടുത്ത് തന്നെ അങ്കമാലി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു ആദി ശങ്കരാചാര്യ ജനിച്ച സ്ഥലമുണ്ട്. So the great Adi Shankaracharya, I would say, for me he is an intellectual giant. Okay. Out and out. കാരണം 32 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. 9 വയസ്സിൽ സന്യാസം എടുത്തു. 6-7 വയസ്സിൽ വേദങ്ങൾ മൊത്തം പഠിച്ചു കഴിഞ്ഞു. ഔട്ട് ആൻഡ് ഔട്ട് ഇന്റലക്ച്വൽ ജയന്റ്. സോ ആള് പറഞ്ഞ കാര്യം എന്താ വെച്ചാൽ തത്വമസി. അവിടെ സത്വമസി ബേസിക്കലി എല്ലായിടത്തും പല അമ്പലങ്ങളുടെ പുറത്തൊക്കെ എഴുതി വെച്ച് കാണാം. ആർക്ക് എന്തോരം മനസ്സിലാക്കിയിട്ടാണ് അത് എഴുതി വെച്ചെന്ന് എനിക്ക് അറിയില്ല. ബട്ട് വാട്ട് ഇറ്റ് ആക്ച്വലി മീൻസ് ഇസ് തത് ത്വം അസി. This and that is one. The spirit within me and the substratum of the entire universe is one. So you're connected. So that when it comes into your realization, that is when you say that you are a certain person is enlightened. അത്രയല്ല ഈ enlightenment എന്ന് പറയുന്നത് അതാണ് ആക്ച്വലി സത്യം. വെൻ യു ആക്ച്വലി
നോ ഇറ്റ് ബൈ എക്സ്പീരിയൻസ്, നോട്ട് ബൈ റീഡിങ് എ ബുക്ക്. ബുക്കിൽ ഇതൊക്കെ സെയിം കാര്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷേ നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഇല്ല അതിനെ പറ്റി. നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ തിരിച്ചറിവിലേക്ക് അത് ഇറങ്ങി വരുന്നല്ലോ. അല്ലെങ്കിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ഇൻഫർമേഷൻ സംബഡി സെയിങ് യു വോണ്ട് ടു ജസ്റ്റ് ബ്ലൈൻഡ്ലി ബിലീവ് ഇറ്റ്. അപ്പോൾ ആ തിരിച്ചറിവ് നേടുന്നുണ്ടോ, അത് ദിസ് എവറിത്തിങ് ഇസ് വൺ. ദാറ്റ് സ്റ്റേജ് ഇസ് വാട്ട് എ യൂത്ത് ഇസ് സപ്പോസ് ടു ആക്ച്വലി internal truth. see this as words, this is all good, but because എന്താണെന്ന് വെച്ചെങ്കിലേ the again this might, you should not get diverted. Okay, because എക്സ്പീരിയൻസിലേക്ക് അത് സാധനം ഇറങ്ങി വരണമെങ്കിൽ അത് കുറച്ചൊരു പണിയുണ്ട്. ആ, നിങ്ങളുടെ മെൻ്റൽ സ്പേസിൽ അത് ഇറങ്ങി വരാൻ പറ്റും, പക്ഷേ നിങ്ങളുടെ എക്സ്പീരിയൻഷ്യൽ സ്പേസിലേക്ക് അത് ഇറങ്ങി വരുന്നുണ്ടോ? Now this is a big topic in itself, we have to take it up separately. If a person can do that, he can achieve so much. If he can connect with his internal so അതുകൊണ്ടാണ് അതുപോലത്തെ ആൾക്കാരെ നമ്മൾ ദൈവികമായ വ്യക്തികൾ എന്ന് പറയുന്നത്. സോ യൂത്തിൻ്റെ സെൻസ് ഓഫ് പർപ്പസ് എന്ന് പറയുമ്പോൾ സ്വാമി വിവേകാനന്ദ ഇസ് എ ബിഗ് എക്സാമ്പിൾ. ആളും ആക്ച്വലി ഒരു യങ് ആയിരിക്കുന്ന സമയത്ത് ഒരു കോൺവെൻറ്റ് എഡ്യൂക്കേറ്റഡ് ഒക്കെ ആയിരുന്നു. അയാളുടെ അച്ഛനൊരു വക്കീലെന്തായിരുന്നു. ആൻഡ് ഹി വാസ് ഹാപ്പി ഗോ ലക്കി കൈൻഡ് ഓഫ് പേഴ്സൺ, എൻജോയിങ് ലൈഫ്. ആ സമയത്തൊക്കെയാണ്, ആ ഒരു സാഹചര്യത്തിലാണ് സ്വാമി പരമൻസ് രാമകൃഷ്ണ പരമൻസായിട്ട് മീറ്റിംഗ് നടക്കുന്നത്. അതും തുടക്കത്തിലൊന്നും ആൾക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല രാമകൃഷ്ണ പരമൻസിനാണ് കൂടുതൽ ഇൻട്രസ്റ്റ് വിവേകാനന്ദയിൽ. കാരണം ആൾക്ക് കാണുന്നുണ്ട് നേരത്തെ കൂട്ടി ആളുടെ പൊട്ടൻഷ്യൽ. അപ്പോൾ ദെൻ ഹിസ് മൂമെൻറ്റ് കംസ്. അപ്പോൾ അതിൻ്റെ മുന്നേ ആൾ പരമൻസിന് കളിയൊക്കെ നടക്കായിരുന്നു വിവേകാനന്ദ. പരമൻസ് എന്തിനാണ് ഇപ്പോഴും ഇതിൻ്റെ പിന്നാലെ എപ്പോഴും ഇത്ര ഇൻട്രസ്റ്റ് എടുക്കുന്നത് എൻ്റെ കാര്യത്തിൽ. ദെൻ ഹി അണ്ടർസ്റ്റാൻഡ്സ്. കാരണം ആ ഒരു സാഹചര്യത്തിൽ ആൾക്ക് ഒരു തിരിച്ചറിവ് ഉണ്ടാവും. ആൻഡ് ദെൻ ആൾക്ക് മനസ്സിലാവും അത് പരമൻസിൻ്റെ കയ്യിലാണ് അതിൻ്റെ സൊല്യൂഷൻ ഉള്ളത്. ദാറ്റ് ഇസ് വെർ ദെൻ ദേ ആൻഡ് ദെൻ ദ വേൾഡ് നോസ് വിവേകാനന്ദ. പിന്നെ 1893 വേൾഡ് റിലീജിയൻ ഓഫ് വേൾഡ് പാർലമെൻറ്റ് ഓഫ് റിലീജിയൻസ് ഉണ്ടായി ചിക്കാഗോയിൽ, US. അവിടെ ആൾ ഇന്ത്യനെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ദെൻ ദ ഹോൾ വേൾഡ് നോസ് ഹിം. ദെൻ ആഫ്റ്റർ ദാറ്റ് ഈവൻ ദ സയൻറ്റിസ്റ്റ് ആർ ഹിസ് ഫാൻസ്. നിക്കോള ടെസ്ല, ഹെൽംഹോൾട്സ്, യൂറോപ്പിൽ ഇവരൊക്കെ വിവേകാനന്ദൻ്റെ ഓൾമോസ്റ്റ് ഡിസൈബിൾസ് എന്ന് വേണമെന്ന് പറയാം. ആ സമയത്ത് അത്രയ്ക്കും പോപ്പുലറായി. ബിക്കോസ് ഹി വാസ് ടോക്കിംഗ് കണ്ടന്റ്, നോട്ട് ജസ്റ്റ് ഹീസ് നോട്ട് പ്രൊപ്പഗേറ്റിംഗ് ഇൻ റിലിജൻ ദർ. ഹീസ് ടോക്കിംഗ് ബിക്കോസ് നിക്കോള ടെസ്ല ഓൺ റെക്കോർഡ് പറഞ്ഞിട്ടുണ്ട് ഹിസ് അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ക്വാണ്ടം ഫിസിക്സ് ഇൻക്രീസ്ഡ് ആഫ്റ്റർ ടോക്കിംഗ് ടു സ്വാമി വിവേകാനന്ദ. സോ അതാണ് ചരിത്രം. So this is all. So he had this knowledge without even doing any calculations. Yes. So that is where this all happens. അതാണ് ഈ ഇപ്പോൾ വി ഹാവ് ടു, ഇത് വലിയൊരു ആഴത്തിലേക്ക് പോകുന്ന ഒരു ടോപ്പിക്കാണ് ആക്ച്വലി. ഇതൊന്ന് ചുരുക്കത്തിൽ ഇങ്ങനെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. സോ ദിസ് ഇസ് വാട്ട് ദാറ്റ് എലിമെൻറ്റ് ഓഫ് സ്പിരിച്വാലിറ്റി ഡസ്. ഈ നമ്മുടെ എൻറ്റയർ ഇന്ത്യൻ കൾച്ചർ തന്നെ ഫൗണ്ടേഷൻ അതാണ് സ്പിരിച്വാലിറ്റി. ബേസിക്കലി all coming from the basic curiosity which is there in the human mind, human heart, the urge to know, sincere urge to know, that you are willing to go to any extent. Unwillingness to blindly believe anything. And willing to dedicate yourself and go the full mile to find out the truth. അതാണ് ഇന്ത്യൻ കൾച്ചറിൻ്റെ ബേസിസ്. സോ അതുകൊണ്ടാണ് ഇതുപോലത്തെ സ്പെക്ടാക്കുലർ ആൾക്കാർ ഇവിടെ ജനിച്ചിട്ടുണ്ടായതും ചെറിയ യങ് ഏജിൽ തന്നെ outwardly and what they displayed. So all these people, Shankaracharya, Vivekananda, all these people, many more, ഇഷ്ടംപോലെ ആൾക്കാർ വേറെ ഉണ്ടല്ലോ. സോ യൂത്തിന് പിന്നെ റീസെൻറ്റ് ടൈംസിൽ ഞാൻ പറഞ്ഞ പോലെ ഭഗത് സിംഗ് ആൻഡ് ദിസ് ടീം. സോ എവറിത്തിങ് ഡ്രിവൻ ബൈ യൂത്ത്. അപ്പോൾ ഈവൻ നേതാജി സുഭാഷ് ചന്ദ്ര ബോസ്. സോ അവസാനം ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് ആസ് പെർ ഇൻ ദ വേർഡ്സ് ഓഫ് ദ erstwhile British Prime Minister himself, that Netaji Subhash Chandra Bose and his Indian National Army, because of them the naval mutiny ഉണ്ടായല്ലോ 1945 if I'm not wrong. അതോടുകൂടി അവർക്ക് തീരുമാനമായത് they can't rule India anymore. So that is eventually what even got us freedom. So youthന് സെൻസ് ഓഫ് പർപ്പസ് എന്ന് വരുന്നു when the youth is able to see the larger reality outside him aspect. Okay. And how he is connected with the greater truth outside him. And how he can align himself with that. ആ ഒരു അലൈൻമെൻറ്റ് ആയി വരുമ്പോഴാണ് സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് വരുന്നത്. കാരണം നമ്മൾ അറിവോടെയോ അതെയോ അറിവില്ലായ്മയോടെയോ എല്ലാവരും ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റിന് വേണ്ടിയിട്ടാണ് ഈ ഒരു മനുഷ്യ ജീവിതത്തിൽ. അവസാനം അതേ ഉള്ളൂ. വാട്ട് ഇസ് ഇറ്റ് ദാറ്റ് ഇസ് ഗോയിങ് ടു ഗിവ് യു ദാറ്റ് സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്? നമുക്ക്
ചെറിയ മെച്ചോറിറ്റി ആവണേക്കാളും മുമ്പ് നമുക്ക് പല സമയത്തും പലതും തോന്നും. ഇതാണ് നമുക്കുള്ള സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ്. ഒരു കുട്ടിയാണെന്നുവെച്ചെങ്കിൽ കുട്ടിക്ക് ഒരു ചോക്ലേറ്റ് കിട്ടിയ സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ആയി എന്നാണ് തോന്നുന്നത്. പിറ്റേ ദിവസം എനിക്കുമ്പോൾ വീണ്ടും വേണം, ഒന്നുകൂടി വേണം, ഓർ സംതിങ് എൽസ് വേണം. സോ ദാറ്റ്സ് നോട്ട് ദാറ്റ് ഫുൾഫിൽമെൻറ്റ് വിച്ച് ഐ എം ടോക്കിംഗ് അബൌട്ട്. അതൊക്കെ അപ്പോഴത്തെ ഒരു ആവശ്യങ്ങൾ നേടിയെടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സെൻസ് ഓഫ് ഫുൾഫിൽമെൻറ്റ് ആ ഒരു ചോദ്യചിഹ്നം ഫസ്റ്റ് വരണം മൈൻഡിൽ. വാട്ട് ഇസ് ഇറ്റ്? അപ്പോഴാണ് നമ്മൾ അതിനോടുള്ള ഒരു ശ്രമം തുടങ്ങുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പാത്തിലാണ് പോയിക്കൊണ്ടിരിക്കുകയെന്ന് വെച്ചെങ്കിൽ ദെൻ ദ യൂത്ത് വിൽ റീച്ച് വെയർ ഹി ഹാസ് ടു. സോ ആ ഒരു ശ്രമം നമ്മുടെ ഇന്ത്യയിൽ ഒരു ഫോർമൽ വേയിൽ പണ്ട് ഗുരുകുൽ സിസ്റ്റമിൽ അത് നടത്തിക്കൊണ്ടിരിക്കേണ്ട ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അൺഫോർച്ചുനേറ്റ്ലി ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം അതിനെ പറ്റി ഒരു ധാരണയുമില്ല. ആൻഡ് വി ആർ മോർ ഇൻഫോർമേഷൻ സപ്ലയേഴ്സ് ഇന്നത്തെ എഡ്യൂക്കേഷൻ സിസ്റ്റം. അതുകൊണ്ടാണ് യൂത്ത് ഈ രീതിയിൽ അവരുടെ പോക്ക്. So it's a big problem, but now if we have identified the problem, we need to now work towards it. Problem. So ആ ഒരു ശ്രമത്തിലാണ്. So how would you conclude today's topic, or just sum it up? അതെ. സോ ഞാൻ പറയുകയാണെന്ന് വെച്ചെങ്കിൽ അവസാനം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആണ് നിങ്ങളുടെ സെൻസ് ഓഫ് അവയർനെസ്. True. It all comes down to that. True. So how if you are aware enough in the society, or for any, even if you for the purpose, if you are aware what your purpose is, you would be way better. So everything settles down with that. കാരണം അപ്പം നിങ്ങളുടെ സെൻസ് ഓഫ് അവയർനെസ് എത്രകൊണ്ട് നിങ്ങൾ ദിവസം നിങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് പോകുന്നത്, അതനുസരിച്ച് നിങ്ങളുടെ പ്രയോറിറ്റീസും കറക്റ്റായി വരും. പിന്നെ നിങ്ങളുടെ ശ്രമങ്ങളും കറക്റ്റ് ദിശയിലാവും. പിന്നെ നിങ്ങൾ ചിലവ് ചെയ്യുന്ന പൈസ ആയാലോ, നിങ്ങളുടെ സമയമായാലോ, നിങ്ങളുടെ എനർജി ആയാലോ, ആ ചിലവ് ചെയ്യുന്ന ഓരോ കാര്യത്തിനും നിങ്ങൾക്ക് പ്രതിഫലം അതിനേക്കാളും വലിയ ആഴത്തിൽ നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും. നിങ്ങളുടെ സെൻസ് ഓഫ് പർപ്പസും നിങ്ങളുടെ സെൻസ് ഓഫ് അവയർനെസ്സും കറക്റ്റാണ് വെച്ചെങ്കിൽ. സോ ഇത് പറഞ്ഞ് ഞാൻ നിർത്തുന്നു.